സുഹൃത്തുക്കളെ ജവാദാണ്. ഞാൻ ആമീർ ടോപ്പ് ചിക്കനിലാണുള്ളത്. ഇന്നിവിടെ വരാനുള്ള കാരണം ആമീർ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആമീർ യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പും ജനറൽ ബോഡി യോഗമുള്ള പ്രോഗ്രാമിലാണ് എന്നുള്ളത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളുള്ള ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വ്യാപാരി ആമീർ യൂണിറ്റിലെ പ്രസിഡന്റാണിത്. അപ്പോൾ നമുക്ക് മുൻകാല വർഷത്തെ എന്തൊക്കെയാണ് നമ്മളെ യൂണിറ്റ് പ്രവർത്തനം ചെയ്തിട്ടുള്ളത് നമുക്ക് പ്രസിഡന്റിനോട് ചോദിക്കാം. പുസ്തകം എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ? നമ്മളിവിടെ ആമീർ 2017 കുറച്ച് മെമ്പർമാരെ വെച്ച് രൂപീകൃതമായ ഒരു ചെറിയൊരു യൂണിറ്റാണ്. ഇന്നിപ്പോൾ നമുക്കൊരു 100ഓളം മെമ്പർമാരുണ്ട്. നമ്മൾ ഈ ഉള്ള കുറഞ്ഞ കാലയളവിൽ വളരെ നല്ല നിലയിൽ വളരെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ എടുത്തു പറയത്തക്ക കാര്യങ്ങളാണ് നമ്മൾ കൊറോണ കാലത്തുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ. നമ്മൾ പല മെമ്പർമാരും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നമുക്ക് സാമ്പത്തിക സഹായം തന്നെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ മെമ്പർമാർക്ക് ഏറ്റവും വലിയൊരു ഇതാണ് ജില്ലാ കമ്മിറ്റി നടപ്പാക്കിയ വി സപ്പോർട്ട് പദ്ധതി. അതിൽ നമ്മുടെ ആമീർ യൂണിറ്റിൽ 39ഓളം പേർക്ക് നമ്മൾ അതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു. കാരണം അതിൽ ഇപ്പോൾ നിർഭാഗ്യം എന്ന് പറയട്ടെ, കാരണം മരണം നമുക്കൊരു സന്തോഷമുള്ള കാര്യമല്ല. എന്നിരുന്നാലും പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ 2 മെമ്പർമാരുടെ മരണം നടന്നു. അവരുടെ കുടുംബത്തിന് ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഒരു 10 ലക്ഷം ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ 10ഓളം അസുഖങ്ങൾക്ക് ഈ വി സപ്പോർട്ട് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് നമ്മൾ അസുഖങ്ങൾക്കും മറ്റും സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. അതുപോലെ ആമീറിനെ സംബന്ധിച്ചോളം കുറഞ്ഞ മെമ്പർമാരുള്ള ഒരു യൂണിറ്റ് ആണെങ്കിലും അവരുടെയൊക്കെ നിസ്സാർത്ഥ സേവനം കൊണ്ട് തന്നെയാണ് ഈ യൂണിറ്റ് നല്ല പ്രവർത്തനം കൊണ്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ തന്നെ മണ്ഡലം കമ്മിറ്റിയുടെ സഹകരണവും ജില്ലാ പ്രസിഡന്റ് സഹകരണവും എല്ലാം നമുക്ക് വേണ്ടവണ്ണമുണ്ട്. ഇനി നമുക്ക് കൂടുതൽ നല്ല പദ്ധതികളുമായിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകണം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൽ നമ്മുടെ യൂണിറ്റിൻ്റെ എല്ലാ മെമ്പർമാരുടെയും അത് അകമഴിഞ്ഞ സഹായ സഹകരണം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സ്രോതസ്സാണ് പരസ്പര സഹായനിധി, പലിശരഹിത വായ്പ എന്നീ കാര്യങ്ങളും നടപ്പാക്കുന്നുണ്ട്. പലിശരഹിത വായ്പ 25,000 രൂപ വരെ നമുക്ക് മെമ്പർമാർക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ലോണായിട്ട് നമ്മൾ നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആമീർ യൂണിറ്റിന് ഏറ്റവും സഹായകരമായുള്ള പിന്തുണ മണ്ഡലം കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയുമാണ്. അതിൽ പ്രത്യേകം പറയേണ്ട ആളുകളാണ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് മൊയ്തു ഹാജി, അതുപോലെ മണ്ഡലം സെക്രട്ടറി റസാഖ്. അവരുടെ എല്ലാവിധ സഹായ സഹകരണവും ഞങ്ങൾക്കുണ്ട്. അതിലൂടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരാളാണ് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ. ബാബു കോട്ടയിലെ എല്ലാ പിന്തുണയും എല്ലാ സഹായ സഹകരണങ്ങളും നമുക്ക് ഏത് സമയത്തും ഈ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ദുർലഭമായി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് ഒരു സ്വപ്നബദ്ധമായ പദ്ധതിയായ വി സപ്പോർട്ടിന് ഇത്രയും വലിയൊരു സ്വീകാര്യത ലഭിച്ചത് തന്നെ ബാബു കോട്ടയിൽ എന്ന ജില്ലാ പ്രസിഡന്റ് ശ്രമഫലമായിട്ടാണ്. അതിൽ ആമീർ യൂണിറ്റിൽ എന്താ പിന്തുണയും അർപ്പിക്കുന്നു. ഇന്നേ ദിവസം നമ്മൾ 2024-26 വർഷത്തിൻ്റെ ജനറൽ ബോഡി യോഗവും തെരഞ്ഞെടുപ്പും നടക്കുന്ന ഒരു സുദിനത്തിലാണ്. അപ്പോൾ എന്നിരുന്നാലും നല്ലൊരു പുതിയ കമ്മിറ്റി വരട്ടെ. ആ പുതിയ കമ്മിറ്റിക്ക് നല്ല നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് നമ്മളെ പാവപ്പെട്ട ചെറുകിട മെമ്പർമാരാണ് ഈ ആമീർ യൂണിറ്റുള്ളത്. അവർക്ക് താങ്ങും തണലുമായി നിൽക്കാൻ ഈ പുതിയ കമ്മിറ്റിക്ക് സാധിക്കട്ടെ എന്നും കൂടി, അതുപോലെ പുതിയ കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആദ്യം മൗന പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, നമ്മുടെ 2 വർഷത്തെ ബോഡിക്ക് ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള എല്ലാ ജില്ലാ നേതാക്കന്മാർക്കും പ്രിയപ്പെട്ട എല്ലാ വ്യാപാരി സുഹൃത്തുക്കൾക്കും സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് ബാബുകോട്ടയിൽ അല്പസമയം കൊണ്ട് ഇവിടെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ മുസ്തഫ മുളയങ്കാവ് ജില്ലാ വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തെ ആർദ്രമായും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മൊയ്തു ഹാജി മണ്ഡലം പ്രസിഡന്റ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. KP റസാഖ മണ്ഡലം ജനറൽ സെക്രട്ടറി, സംഘടന യൂണിറ്റ് പ്രസിഡന്റ് റസാഖിനെ സ്വാഗതം ചെയ്യുന്നു. ബാബു കുടുപ്പിണി മണ്ഡലം വൈസ് പ്രസിഡന്റ്, കേശവേന്ദ്രൻ തിരുവപ്പുറ പ്രസിഡന്റ്, ഹമീദ് കൈപ്പുറം പ്രസിഡന്റ്, കരിങ്ങാട് പ്രസിഡന്റ് ശ്രീ മുനവീർ, ഹബീബ് കരിങ്ങാട് പ്രസിഡന്റ്, പിന്നെ എൻ്റെ സുഹൃത്തുക്കളുടെ അൻസാർ സംഘടന സെക്രട്ടറി, പിന്നെ സന്തോഷേട്ടൻ പട്ടാമ്പി ജനറൽ സെക്രട്ടറി, സുഹൃത്ത് താജുദ്ദീൻ തീർത്ഥാടന പ്രസിഡന്റ്. എല്ലാവർക്കും പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. ആരെങ്കിലും പേര് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ഷണിക്കണം. ഓക്കെ, അടുത്തതായിട്ട് അധ്യസ്ഥാനത്തേക്ക് പുസ്തകക്കാരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.
അനുശോചനം രേഖപ്പെടുത്താണ്ട് അതിനുവേണ്ടി ജി പ്രകാശിനെ ക്ഷണിച്ചു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വ്യാപാരി സുഹൃത്തുക്കളെ, നേതാക്കന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളെ വിട്ടു പിരിഞ്ഞ എല്ലാവർക്കും വേണ്ടിയും അനുശോചനം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. നമ്മുടെ പ്രിയ മെമ്പർ സുജീഷിൻ്റെ പിതാവ് ശ്രീ BP ചന്ദ്രൻ, അതുപോലെ K അഷ്റഫിൻ്റെ ഉപ്പ KK മുഹമ്മദ്, നാട്ടിലെ സാമുദായിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന ബാലേട്ടൻ, മറ്റു യൂണിറ്റിലെ മരണപ്പെട്ട മെമ്പർമാർ എന്നിവർക്ക് ഈ യോഗം അനുശോചനം രേഖപ്പെടുത്തും. പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, എന്നിരുന്നാലും എനിക്ക് ആദ്യത്തെ എൻ്റെ സന്തോഷം ആദ്യം തന്നെ നിങ്ങളെ അറിയിപ്പിക്കുകയാണ്. നമ്മുടെ ആമീർ യൂണിറ്റിൻ്റെ ചരിത്രത്തിലാണ് ഇത്രയും നമ്മുടെ മെമ്പർമാരുടെ ഒരു പങ്കെടുക്കം ഉണ്ടായിട്ടുള്ളത്. അതിന് നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാരണം കാണുന്നത്, നമ്മൾ ആദ്യമായിട്ട് ഈ യൂണിറ്റിൻ്റെ 4 ഡിവിഷനാക്കി തിരിക്കുകയും 4 ടീം ലീഡർമാരെ അതിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനപരമായിരിക്കും എന്നുള്ളത് എനിക്ക് പ്രത്യേകം ഉറപ്പുണ്ട്. അതിന് ആ ടീം ലീഡർമാരെയും പ്രത്യേകം നമ്മൾ ആദ്യം അഭിനന്ദിക്കുന്നു. പിന്നെ ഡയസിൽ കാണുന്ന എല്ലാ ആളുകളും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ മണ്ഡലത്തിലെ നേതാക്കന്മാരാണ്. അതിനവരെ നമ്മുടെ ഈ യോഗത്തിൻ്റെ ഭരണാധികാരിയായിട്ടുള്ളത് നമ്മുടെ ജില്ലാ മുളങ്ങാവ് യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ മുളയങ്കാവാണ്. അദ്ദേഹത്തെ ആദ്യമായി ഇതിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ എല്ലാമായ മണ്ഡലം പ്രസിഡന്റ് ഹാജി അവരുടെ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ മണ്ഡലം സെക്രട്ടറി KPR റസാഖ് അദ്ദേഹത്തെ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി ബാബു കുടുംബിനി, അതുപോലത്തെ തിരുവാപ്പുറ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ കേശവേട്ടൻ, കൈപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് ഹമീദ് ഖാൻ, കരിങ്ങനാട് യൂണിറ്റിൻ്റെ മുനോബർ, കരിങ്ങനാട് ആക്ട് പ്രസിഡന്റ് ഹബീബ്, സംഗ്രമംഗലം യൂണിറ്റ് സെക്രട്ടറി അൻസാർ, പട്ടാമ്പി യൂണിറ്റ് ജനറൽ സെക്രട്ടറി സന്തോഷ്, തൃത്താലക്കുപ്പം യൂണിറ്റ് പ്രസിഡന്റ് താജുദ്ദീൻ എന്നിവരെ നമ്മുടെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ആശംസിക്കുന്നു. 2017 നമ്മൾ കുറച്ച് മെമ്പർമാരായിട്ട് ഈ ആമിരിൽ പ്രവർത്തനം ആരംഭിച്ച ഈ സംഘടന ഇന്ന് അതിൻ്റെ 27 വർഷം പിന്നിട്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് ആളുകൾക്ക് വേണ്ടി നമുക്ക് കഴിയുന്നത് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തുടങ്ങി പ്രവർത്തനം ആരംഭിച്ച ഈ സംഘടന നമ്മുടെ കഴിവിൻ്റെ പരമാവധി പല കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഞാൻ കുറച്ച് അധ്യക്ഷ പ്രസംഗിക്കാൻ കാരണം നമ്മുടെ ജില്ലാ പ്രസിഡന്റും എല്ലാമായ ബാബു കോട്ടിൽ അടുത്ത ഏതാനും നിമിഷത്തേക്കൂടെ എത്തും. അദ്ദേഹമാണ് ഈ യോഗം നമുക്ക് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തെ ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. അതൊക്കെ ജില്ലയിൽ പല സ്ഥലത്തും പരിപാടികൾ തലക്ഷണമായിട്ട് നമുക്കൊരു സമയം തന്നതാണ്. പല സ്ഥലത്തും അദ്ദേഹത്തിന് പോകാൻ പറ്റിയിട്ടില്ല. എന്നിരുന്നാലും ഇവിടെ എത്താം. നമ്മളോട് ഈ സപ്പോർട്ടിനെ പറ്റിയിട്ടും മറ്റുള്ള വ്യാപാരികളുടെ എല്ലാ സംശയങ്ങളും തീർക്കാൻ അദ്ദേഹത്തിൻ്റെ വരവ് നമുക്ക് ഉപകാരപ്രദമായിരിക്കും. ഈ യോഗം കഴിയുന്നതുവരെ നിങ്ങളെല്ലാവരും ഒന്ന് പോകാമെന്ന് നിങ്ങളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ വ്യാപാരികൾക്ക് വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ഒരു കൂട്ടം കൂടുന്നത്. ഒരു വർഷമൊക്കെ കൂടുന്ന സമയത്താണ്. അതുപോലെ തന്നെ നമ്മൾ കൊറോണ കാലത്തും ഒക്കെ നമ്മൾക്ക് കഴിയുന്നത്ര നമ്മൾ മെമ്പർമാരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരൊന്നും പേരുകൾ നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലത്തെ വി സപ്പോർട്ട് എന്നൊരു മഹത്തായ പദ്ധതി നമ്മുടെ യൂണിറ്റിൽ നമ്മൾ തുടക്കം കുറിച്ചു. നമ്മൾ 39 പേരെ നമുക്ക് ആ യൂണിറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റി. 2 പേര് മാത്രം സാമ്പത്തിക പ്രതിസന്ധി കാരണം തൽക്കാലം അവർ നടത്തുന്നില്ല. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു മെമ്പറെ മരണപ്പെട്ട വിവരമാണ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്ത ദിവസം ഒരു മെമ്പറിനും കൂടി മരണപ്പെട്ട ഒരു ദുഃഖ വിവരം കൂടി നിങ്ങളെ എല്ലാവരും അറിയിക്കുന്നു. അപ്പോൾ ആ 2 കുടുംബത്തിനും ഏതാനും അടുത്ത ദിവസം തന്നെ നമ്മുടെ ജില്ലാ കമ്മിറ്റി 10 ലക്ഷം രൂപ വീതമാണ് അവരുടെ കുടുംബത്തിലേക്ക് എത്തിക്കുന്നത്. ആ 2 കുടുംബങ്ങളുടെ കാര്യങ്ങൾ അറിയുമ്പോൾ വളരെ പരിതാപകരമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ജില്ലാ കമ്മിറ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ എനിക്ക് ഇതിൽ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, നമ്മുടെ യൂണിറ്റ് തന്നെ എല്ലാ ആളുകൾക്കും അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല.
ഇനി ബാക്കിയുള്ളവർക്ക് രണ്ടാം ഘട്ടം കൂടി തുടങ്ങണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഇത് വളരെ മോശമായ പരിപാടിയെന്ന് പുറത്ത് നെഗറ്റീവ് നടക്കുന്നുണ്ട്. അതല്ല, ഈ ബി സപ്പോർട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ജില്ലാ കമ്മിറ്റി ബാബു പട്ടേൽ അധ്യക്ഷൻ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ പല കാര്യങ്ങളിലേക്ക് ക്യാൻസർ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം സ്വാഗതം ആശംസിക്കുന്നു. അപ്പോൾ ഇനി എൻ്റെ പ്രസിഡന്റ് അധികം നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമുക്കെല്ലാവരും നമ്മുടെ പ്രസിഡന്റിന്റെ ഏറിയ പ്രസംഗമാണ് നമുക്ക് എല്ലാവർക്കും കേൾക്കേണ്ടത്. അപ്പോൾ അതുപോലെ നമ്മുടെ ജില്ലാ കമ്മിറ്റി അതുപോലെ ക്യാൻസർ രോഗികൾക്ക് ഡയാലിസിസ് കിറ്റ്, അതുപോലെ മരണപ്പെട്ട കച്ചവടക്കാരുടെ മക്കളുടെ പൂർണ്ണ വിദ്യാഭ്യാസം സംഘടന ഏറ്റെടുത്ത് നടപ്പാക്കുന്നു. അതുപോലെ പല അസുഖങ്ങൾ വന്നവർക്ക് പല പരിപാടികളും നടപ്പാക്കുന്നു. അതിൻ്റെ സിസ്റ്റമാറ്റിക്കായ ഒരു പരിപാടി ഈ സപ്പോർട്ട് വന്നതിന് ശേഷമാണെന്ന് മാത്രമേ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഈ വന്ന എല്ലാ ആളുകളെയും സ്വാധീനിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തി നമുക്കൊരു അവസരം കൂടി കിട്ടാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും കാലം പ്രവർത്തിച്ച എല്ലാ ആളുകളുടെയും സഹായം കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഒരു പുതിയ ഒരു കമ്മിറ്റിയാണ് ആവശ്യമുള്ളത്. അതിൽ ചെറുപ്പക്കാരായ ഒരുപാട് ആളുകളെ നമ്മുടെ യൂണിറ്റിലുണ്ട്. പുതുതായ ആളുകളെ രംഗത്ത് വരണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിന് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന പ്രസിഡന്റിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലുള്ള നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ബാബു പട്ടേൽ, മറ്റു മണ്ഡലം പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ മെമ്പർമാരോടും ഞാൻ എൻ്റെ കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ 2024 പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ എല്ലാവരും സമ്മതത്തോടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും. KVDS ആമിയർ യൂണിറ്റ് 2023 നവംബർ 5 ഞായറാഴ്ച വൈകിട്ട് 2 മുതൽ കുലാമണ്ഡലം എമറാൾഡ് റിസോർട്ടിൽ വെച്ച് 2021-23 വർഷത്തെ വാർഷിക ജനറൽ ബോഡിയും കുടുംബമേളയും വളരെ വിപുലമായി നടത്തുകയും പ്രസ്തുത ജനറൽ ബോഡിയിൽ വെച്ച് 2021-23 വർഷത്തെ റിപ്പോർട്ടും 47,46,343 രൂപ ഭാരവും 44,81,031 രൂപ ചിലവും കഴിച്ച് 2,65,312 രൂപ ബാക്കി നീക്കിയിരിക്കും കണക്ക് അവതരിപ്പിച്ച് ഏകകണ്ഠകമായി പാസാക്കി അതിനുശേഷമുള്ള 6 മാസത്തെ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. 25/5/2017 വെറും 12 പേര് ചേർന്ന് അബ്ദുൽ ജബ്ബാർ എന്ന കുടുംബിനി ബാബുവിൻ്റെയും ഇന്നത്തെ പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷിൻ്റെയും നേതൃത്വത്തിൽ രൂപീകരിച്ച ആമിയൂർ KVS യൂണിറ്റ് 7 വർഷ കാലയളവിൽ ജില്ലാ കമ്മിറ്റിയുടെയും മണ്ഡലം കമ്മിറ്റിയുടെയും പ്രത്യേക പ്രശസ്ത പിടിച്ചുപറ്റുകയും ഒരു പരിപാടിയിൽ നിന്ന് നമ്മുടെ കുടുംബമേള ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും ജില്ലാ പ്രസിഡന്റ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായ ബാബു കോട്ടയിൽ നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ്, ജില്ലാ സെക്രട്ടറി മുസ്തഫ വല്ലപ്പുഴ, മണ്ഡലം പ്രസിഡന്റ് മൊയ്തു ഹാജി, മണ്ഡലം സെക്രട്ടറി KP റസാഖ്, തിരുവേപ്പുറ യൂണിറ്റ് പ്രസിഡന്റ് കേശവേട്ടൻ, തൃത്താലക്കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് താജുദ്ദീൻ എന്നിവർ ആശംസ അർപ്പിക്കും സംസാരിച്ചു. കുടുംബമേളയിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും പല വ്യത്യസ്ത കലാപരിപാടികളും മറ്റും അവതരിപ്പിക്കാൻ കഴിഞ്ഞു. പരിപാടിക്ക് ശേഷം പങ്കെടുത്ത എല്ലാ മെമ്പർമാർക്കും 1000 രൂപയോളം വരെ വരുന്ന ഒരു കിറ്റ് നൽകുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് സഹായിച്ച ഡെഡ് സിറ്റി, CK ട്രാവൽസ്, മുസാമിയ ട്രേഡിംഗ്, PC പെയിന്റ്, മോംലി ഫുഡ്സ്, ഏഷ്യൻ യൂസഫ് ചെയർ, നിറാമിൽ, സ്നാപ്പ് മീഡിയ എന്നീ മെമ്പർമാരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പങ്കെടുക്കുമെന്ന് ഉറപ്പ് നൽകിയ പല മെമ്പർമാരും അസാന്നിധ്യം കൊണ്ട് സംഘടനയ്ക്ക് വളരെയധികം നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. അക്കാര്യം ഈ മെമ്പർമാരുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്തുന്നു. മെമ്പർഷിപ്പ് ആമിയൂർ യൂണിറ്റിൽ 100-നടുത്ത് മെമ്പർമാരാണുള്ളത്. പുതിയ ആളുകൾ മെമ്പർഷിപ്പ് എടുത്ത് തുടങ്ങുമ്പോഴേക്കും പഴയത് പലതും അടച്ചുപൂട്ടിപ്പോകുന്ന സങ്കടകരമായ അവസ്ഥയിലാണ് നിലകൊള്ളുന്നത്. നമ്മുടെ പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി പുതിയ റോഡ് മൈലാടിപ്പാറ ഒരു മേഖലയും ആമിയൂർ മെഡിസിറ്റി മുതൽ കേക്കേക്കര റോഡ് വരെ റോഡിന്റെ 2 വശവും 2 മേഖലയും കേക്കേക്കരയും മാളുത്തി റോഡ് വരെയുള്ള ഭാഗം ഒരു മേഖലയും 4 ഗ്രൂപ്പ് ലീഡർമാരുടെ നേതൃത്വത്തിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പരസ്പര സഹായനിധി നമ്മുടെ പ്രധാന വരുമാന സ്രോതസ് പരസ്പര സഹായനിധി തന്നെയാണ്. ഇപ്പോൾ തുടങ്ങി വെച്ച 1 ലക്ഷം രൂപയുടെ 9ാമത്തെ നറുപ്പാണ് ഈ മാസം കഴിഞ്ഞത്. മാസം 1 ലക്ഷം രൂപയും 1 ഇടവിട്ട മാസങ്ങളിൽ 1 ലക്ഷം രൂപയുടെ 2 നറുക്കുമാണ് എടുക്കുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ 25,000 രൂപ പലിശരഹിത വായ്പയായി മെമ്പർമാർക്ക് നൽകുന്നു. പക്ഷേ തിരിച്ചറിവിന്റെ കാര്യത്തിൽ പല മെമ്പർമാരും കാലതാമസം വരുന്നത് പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. ബി സപ്പോർട്ട് നമ്മുടെ 100ഓളം മെമ്പർമാരുള്ള ഈ ചെറിയ യൂണിറ്റിൽ 39 പേരെ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു. അതിൽ ആഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. വിവിധ അസുഖങ്ങൾക്ക് 1 ലക്ഷം രൂപയും മരണാനന്തര സഹായമായി 10 ലക്ഷം രൂപയും കുടുംബത്തിന് സഹായം നൽകുന്നു. ബി സപ്പോർട്ട് എന്ന സ്വപ്ന പദ്ധതി നടപ്പാക്കിയ ജില്ലാ കമ്മിറ്റിയെയും അതിന് രൂപം നൽകിയ നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിലേക്കും പ്രത്യേകം അഭിനന്ദിക്കുന്നു. മെമ്പർമാരിൽ പല ആളുകൾക്കും അതിന്റെ പ്രാതിനിധ്യം മനസ്സിലാക്കി 5-ാം തീയതിക്കുള്ളിൽ സംഖ്യ അടക്കാതെ വരുന്നുണ്ട്. അത്തരം ആളുകൾക്ക് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. യോഗങ്ങൾ മേൽ കമ്മിറ്റിയുമായുള്ള സഹകരണം 6 മാസ കാലയളവിൽ 3 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗും അത്യാവശ്യ ഘട്ടങ്ങളിൽ സെക്രട്ടേറിയറ്റ് യോഗങ്ങളും നടത്തിയാണ് സംഘടന മുന്നോട്ട് പോയിട്ടുള്ളത്.
അതുപോലെ ജില്ലാ മണ്ഡലം കമ്മിറ്റികളുടെ യോഗത്തിൽ നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവുകയും കമ്മിറ്റികൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ യൂണിറ്റിൽ നടത്തിപ്പോ വരാറുണ്ട്. ജില്ലാ കമ്മിറ്റിയുടെയും മണ്ഡലം കമ്മിറ്റിയുടെയും സഹകരണത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. വ്യാപാര സംരക്ഷണ ജാഥ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിച്ച വ്യാപാര സംരക്ഷണ ജാഥക്ക് പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണത്തിന് യൂണിറ്റിൽ നിന്ന് 30 മെമ്പർമാരെ പങ്കെടുപ്പിക്കാൻ കഴിച്ചിട്ടുണ്ട്. വ്യാപാര സംരക്ഷണ ജാഥക്ക് തലേ ദിവസം ജീപ്പ് അനൗൺസ്മെന്റും ബൈക്ക് റാലിയും നടത്തി. സംസ്ഥാന കൺവെൻഷൻ 2024 ഫെബ്രുവരി 15 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന കൺവെൻഷനിൽ യൂണിറ്റിൽ നിന്ന് 16 പേരെ പങ്കെടുത്തു. 14 യാത്ര പുറപ്പെട്ട് വർക്കല റിസോർട്ടിൽ രാത്രി താമസിച്ച് പിറ്റേ ദിവസം കാഴ്ചകൾ ആസ്വദിച്ച് വൈകിട്ട് കൺവെൻഷനിൽ പങ്കെടുത്താണ് മടങ്ങിയത്. യാത്രയിൽ പങ്കെടുത്ത എല്ലാവരും നല്ല അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് യാത്ര സമാപിച്ചത്. വ്യാപാര മേഖലക്കും സംഘടനാ പ്രവർത്തനങ്ങൾക്കും പുത്തൻ ഉണർവേകാനും സംസ്ഥാന സർക്കാരിന് മുന്നിൽ നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാനും സംഘടനയുടെ ശക്തി വിളിച്ചോതുന്നതിന് കൺവെൻഷൻ ഉപയോഗപ്രദമായി. ഉപസംഹാരം വലുതും ചെറുതുമായ നിരവധി പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടത്താൻ കഴിഞ്ഞു എന്ന ചാരിത്രാർത്ഥ്യത്തിലൂടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താൻ പ്രായോഗികമല്ല. എന്നാൽ തിരിച്ചറിവോടെ നാം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഓരോ രൂപം മാത്രമാണ് ഈ റിപ്പോർട്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അംഗങ്ങളുടെ വിശദമായ അവസ്ഥകളിലൂടെ മാത്രമേ ഈ റിപ്പോർട്ട് പൂർണ്ണമാവുകയുള്ളൂ എന്നതുകൊണ്ടും ഈ കാലയളവിൽ യൂണിറ്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയ യൂണിറ്റ് മെമ്പർമാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും ജില്ലാ മണ്ഡലം കമ്മിറ്റി വിശിഷ്ട ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ, മണ്ഡലം പ്രസിഡന്റ് മൊയ്താജി, മണ്ഡലം സെക്രട്ടറി KP റസാഖ എന്നിവരും നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അംഗങ്ങളുടെ വിശദമായ അഭിപ്രായങ്ങൾക്കും കൂട്ടിച്ചേർക്കലുകൾക്കുമായി ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. നമ്മുടെ വരവചെലവ് കണക്കാക്കാൻ വേണ്ടി അവതരിപ്പിക്കുന്നതിന് പ്രസാദനെ ക്ഷണിക്കും. നമസ്കാരം. 2021-24 കാലഘട്ടത്തിലെ നമ്മൾ വരവ് ചെലവ് കണക്കാണ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ പഴയ ബാലൻസ് വരുന്നത് 2,65,312 രൂപ. അതിന് മെമ്പർഷിപ്പ് കളക്ഷൻ വരുന്നത് 2,000 രൂപ. കുടുംബമേള നടത്തി നമ്മൾ എറണാകുളം റിസോർട്ടിൽ അതിൽ ഡൊണേഷനായി കിട്ടിയത് 14,000 രൂപ. പിന്നെ പലിശരഹിത വായ്പ നമ്മൾ അതിൻ്റെ ചാർജാക്കി ഈടാക്കിയിരുന്നത് 9,600 രൂപ. വ്യാപാര സംരക്ഷണ യാത്ര ഭാഗമായിട്ട് നമ്മൾ മെമ്പർമാരെ കളക്ട് ചെയ്തത് 8,000 രൂപ. പരസ്പര സഹായ നിധി 6 മാസത്തെ നമ്മുടെ കളക്ഷൻ വരുന്നത് 9,30,000 രൂപ. ഇത് വരവായിട്ടാണ്. ചിലവ് വരുന്നത് കുടുംബമേള നടത്തിയതിൽ നമുക്ക് 90,000 രൂപയാണ് വന്നിട്ടുള്ളത്. ഗിഫ്റ്റ് ട്രോഫി ഫോട്ടോ എക്സ്പെൻസ് വരുന്നത് 18,990 രൂപ. പിന്നെ പരസ്പര സഹായ നിധി മെമ്പർമാർക്ക് കൊടുത്തിട്ടുള്ളത് 8 ലക്ഷം രൂപ. പലിശരഹിത വായ്പ ഫണ്ട് നമുക്ക് 1,50,000 രൂപ മാറ്റിവെച്ചത്. പിന്നെ പരസ്പര സഹായ നിധിയിലേക്ക് 80,000 രൂപ. മീറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് വരുന്നത് 13,580. മണ്ഡലം കമ്മിറ്റി എക്സ്പെൻസ് 1,000 രൂപ. ഡിസ്ട്രിക്ട് കമ്മിറ്റി എക്സ്പെൻസ് 1,000 രൂപ. പാലക്കാട് മീറ്റിംഗിൻ്റെ എക്സ്പെൻസ് ആയിട്ട് വന്ന് 2,755 രൂപ. വ്യാപാര സംരക്ഷണ യാത്ര ഭാഗമായിട്ട് നമ്മൾ ആമീർ മേഖലയിൽ വ്യാപാര യാത്ര നടത്തിയിരുന്നു. അതിൻ്റെ ചിലവിലേക്ക് 2,920 രൂപ. അതിൻ്റെ ഭാഗമായി പട്ടാമ്പിയിൽ നമ്മൾ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ മെമ്പർമാർക്ക് ഫുഡ് അറേഞ്ച് ചെയ്തതിന് 3,500 രൂപ. തിരുവനന്തപുരത്തേക്ക് വ്യാപാര സംരക്ഷണ യാത്ര ഭാഗമായിട്ട് നമുക്ക് യാത്ര, താമസം, ഭക്ഷണം മൊത്തം 43,940 രൂപ. ഫ്ലക്സ് മറ്റ് അനുബന്ധമായ സംഭവങ്ങൾക്ക് 7,960 രൂപ. സ്റ്റേഷനറി എക്സ്പെൻസ് 2,790 രൂപ. ടോട്ടൽ നമുക്ക് എക്സ്പെൻസ് വരുന്നത് 11,93,435 രൂപയാണ്. ക്യാഷ് ബാലൻസ് 41,477 രൂപ. താങ്ക് യു. വഴക്കം റിപ്പോർട്ടോട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ സംസാരിച്ച ആ ചർച്ചകളോട് സംസാരിക്കാനും ഇതിനു വേണ്ടിയുള്ളൊരു അവസരമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതില്ലെങ്കിൽ നമുക്കിത് രണ്ടോ കൈയടിച്ച് പാസ്സാക്കാം, അടുത്ത ഘട്ടത്തിലേക്ക് കടക്കണം. അപ്പോൾ ആരെങ്കിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. അതൊക്കെ ഇവിടെ ഉണ്ട്. അതിനുള്ളൊരു അവസരമാണ്. നിങ്ങളുടെ ആമയൂർ യൂണിറ്റിൻ്റെ കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുമാണ് ഇവിടെ അവതരിപ്പിച്ചത് നിങ്ങളുടെ ഭാരവാഹികൾ. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചർച്ചകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ, പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അതിനുള്ള അവസരമാണ് ഞങ്ങളുടെ അംഗങ്ങൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ എല്ലാവരെയും ക്ഷണിക്കുന്നത്. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പറയാം, അതല്ലെങ്കിൽ മൈക്കാണെങ്കിൽ തരാം. ആർക്കും ചർച്ചയില്ല എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വരവ് ചെലവ് റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും നിങ്ങൾ കയ്യടിച്ച് പാസ്സാക്കണം എന്ന് അഭ്യർത്ഥിക്കാം. അവിടെ യുവരക്തത്തിന്റെ ഒരു തലക്കറ്റമാണെന്ന് അവിടെ കണ്ടത്.
ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടിന് ചോദിക്കുക, ആരും മൈക്കങ്ങനെ തരാം, അത് പഠിക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ഇവിടെ യൂണിറ്റിനും മൊയ്താജുണ്ട്, റസാഖുണ്ട്, എല്ലാ നേതാക്കന്മാരുണ്ട്. അവർ ഇതിനെപ്പറ്റി പഠിച്ചതും തിരുവനന്തപുരത്തെ കോൺക്ലേവൊക്കെ പങ്കെടുത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദിക്കാതെ ചോദിക്കാം. നിങ്ങൾ ബാബുവിനെ നമുക്ക് ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്കൊക്കെ പോയി കട തുറക്കുന്നതാണ്. നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ 2 വാക്ക് സംസാരിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ കടമൊക്കെ ചോദിക്കാതെ ഞാൻ ചോദിക്കാം. അതായത് ഇന്ന് നമ്മൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ സമയത്താണ് നമ്മൾ എല്ലാം സ്റ്റോക്ക് ചെയ്ത് വ്യാപാരികൾ സ്കൂൾ ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഇറക്കി വെക്കുന്നത്. നമ്മൾ മാത്രമല്ല, എല്ലാ വ്യാപാരികളുടെയും കാര്യമാണ് പറഞ്ഞത്. ആ സമയത്ത് ഒരു ബൾക്ക് സാധനമായി ഇറക്കി കോപ്പറേറ്റീവ് ബാങ്കുകളായാലും ശരി, അതേപോലെ തന്നെ നമ്മുടെ സ്കൂളുകളായാലും അവരൊക്കെ അവിടെ ഒരു MRP റേറ്റിൽ തന്നെ ആ സാധനം വെക്കുകയും നിർബന്ധമായി അത് വാങ്ങണം എന്ന് പറഞ്ഞ് നമ്മളെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെ തലക്കടിക്കുക എന്നുള്ള ഒരു അവസ്ഥ ഇപ്പൊ നിലനിൽക്കുന്നത്. അതിന് എതിരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. സ്നേഹമുള്ള യോഗത്തിന്റെ അധ്യക്ഷൻ, ആമിയൂർ യൂണിറ്റിന്റെ പ്രസിഡന്റ് മുസ്തഫ ഖാൻ, യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഹക്കീം, ട്രഷറർ റസാഖ്, ഈ വേദിയെ അലങ്കരിക്കുന്ന ജില്ലയുടെ വൈസ് പ്രസിഡന്റ് മുസ്തഫ ബ്ലേങ്കാവ്, മണ്ഡലത്തിന്റെ പ്രസിഡന്റ് മൊയ്തുക്ക, മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി റസാഖ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാബു കുടുംബിനി, തിരുവേഗപ്പുറ യൂണിറ്റിന്റെ പുതിയ പ്രസിഡന്റ് കേശവേട്ടൻ, കൈപ്പുറം യൂണിറ്റിന്റെ പ്രസിഡന്റ് ഹമീദ് ഖാൻ, കരിങ്ങനാട് യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി മുനവർ, കരിങ്ങനാടിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ഹബീബ്, ശങ്കരമംഗലം യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി അൻസാർ, പട്ടാമ്പിയുടെ ജനറൽ സെക്രട്ടറി സന്തോഷ്, കൊപ്പം യൂണിറ്റിന്റെ പുതിയ പ്രസിഡന്റ് ഷാജി, വേദിയിലും സദസ്സിലുമുള്ള ഏകോപന സമിതിയുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഈ വേദിയിൽ മികച്ച വിജയത്തിന് യൂണിറ്റിന്റെ ഉപഹാരം ഏറ്റുവാങ്ങി എത്തിച്ചേർന്നിട്ടുള്ള മിടുക്കികളുമായിട്ടുള്ള നമ്മുടെ മക്കൾ എല്ലാവരെയും ഏകോപന സമിതിയുടെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്ന് മെയ് 31-ന് ഏകോപന സമിതിയുടെ എല്ലാ യൂണിറ്റുകളുടെയും തെരഞ്ഞെടുപ്പ് നടപടിക്രമം പൂർത്തീകരിക്കണമെന്ന നിർദ്ദേശം നമ്മുടെ നിയമമാണ്. ആ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തും ജില്ലയിലുമുള്ള എല്ലാ യൂണിറ്റുകളുടെയും തെരഞ്ഞെടുപ്പുകൾ ഇന്നത്തോടുകൂടി ഔദ്യോഗികമായി നമ്മൾ പൂർത്തീകരിക്കുകയാണ്. ആമിയൂർ യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളെ അടുത്ത 2 വർഷക്കാലം ഈ യൂണിറ്റിന് നേതൃത്വം കൊടുക്കേണ്ട പുതിയ പ്രസിഡന്റിനെയും കമ്മിറ്റിയെയും തിരഞ്ഞെടുക്കേണ്ട നടപടിക്രമമാണ് ഇനി നമുക്ക് പൂർത്തിയാക്കാനുള്ളത്. ഈ യോഗം ഏറെ പ്രധാനപ്പെട്ടതാകുന്നതും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇന്ന് നടക്കുന്നതുമാണ്. നമ്മുടെ വേദികളിൽ നാമും ഉയർത്തിക്കൊണ്ടുവരുന്ന ചർച്ചകൾ, ഇപ്പോൾ നിങ്ങളിൽ ഒരാൾ പ്രകാശ്, നമ്മുടെ സുഹൃത്ത്, അദ്ദേഹം ഉന്നയിച്ച ചോദ്യവും വ്യാപാരവുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാം ഭീഷണിയാകുന്ന നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ദുരവസ്ഥകളിലൊന്നാണ്. പെട്ടെന്ന് ഒരു പ്രതിവിധി, ഒരു പരിഹാരം കാണാൻ കഴിയാത്ത തരത്തിൽ പലപ്പോഴും വ്യാപാര മേഖലയിൽ കൊച്ചു വ്യാപാരികൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കുകയും സംഘടന എന്നുള്ള നിലയ്ക്ക് നാം പകച്ചു പോവുകയും നമുക്ക് മുന്നോട്ട് പോകാൻ, നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ നിർവാഹമില്ലാത്ത അപൂർവ വിഷയങ്ങളിലൊന്നാണ് ഇദ്ദേഹം സൂചിപ്പിച്ചത്. എന്നിരുന്നാലും ഈ വിഷയത്തെ സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റി ഏറെ ഗൗരവത്തോടു കൂടി കാണുകയും AEOയുമായി ബന്ധപ്പെട്ട് AEOയുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് സ്കൂളുകളിൽ നിങ്ങൾ നിർദ്ദേശം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മൾ AEOനെ കണ്ടിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇതിനുള്ള അധികാരം ഞങ്ങൾക്കില്ല, നിങ്ങൾ കലക്ടറെ കാണണം എന്നത്. ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ഓഫീസർ DEO അദ്ദേഹത്തെ കാണണമെന്നാണ് നമ്മോട് പറഞ്ഞത്. നാം അവരെ കാണാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ ഇതിനൊരു മറുവശം, നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളുകളിൽ ഇത് വലിയൊരു കച്ചവടമായി ചില അധ്യാപകരുടെ ഒരു കൂട്ടം ഇതൊരു പണമുണ്ടാക്കാനുള്ള അവസരമായി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ചില ആളുകൾ. അതുകൊണ്ട് കൂടിയാണ് ഈ വിഷയം വളരെ ഗൗരവത്തിൽ നമ്മെ ബാധിക്കുന്ന വിഷയം ആയിത്തീരുന്നു. നാം ഇത്തരം നടപടികളുമായി മുന്നോട്ട് പോയാലും എന്ത് പരിഹാരമാണ് ഇതിൽ വരാൻ വേണ്ടി പോകുന്നത് എന്നത് സംബന്ധിച്ചാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം. നമ്മൾ ഇടപെട്ട മറ്റൊരു വിഷയം ഞാൻ നിങ്ങൾ ശ്രദ്ധപ്പെടുന്നു. ഏറ്റവും മികച്ച ഒരു കച്ചവട സീസൺ നമുക്ക് ലഭിക്കുന്നത് ഓണക്കാലത്താണ്. ഒരു വർഷത്തെ വിറ്റുവരവ് നോക്കിയാൽ നമ്മളിൽ പലരും ടോട്ടൽ സെയിൽസ് ടേൺ ഓവറിന്റെ
ഒരു 40 to 50% നമ്മൾ ആർജിക്കുന്നത് ഓണക്കാലത്തെ ഒരു 1.5 മാസം നീണ്ടു നിൽക്കുന്ന സെയിലാണ്. അതോടൊത്ത് ചേർത്തുകൊണ്ട് റംസാൻ കൂടെ വരികയാണ് എങ്കിൽ ഒരു വർഷക്കാലത്തെ നമ്മുടെ കച്ചവടത്തിന്റെ സിംഹഭാഗവും നമ്മൾ കുത്തികരിച്ചു. ഈ ഓണം വരുന്ന ഘട്ടങ്ങളിലാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് പാലക്കാടിന്റെ കിഴക്കൻ മേഖലയിൽ, പാലക്കാട് കേന്ദ്രീകരിച്ചു തമിഴ്നാടിനോട് ഓരം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ജില്ലയിൽ കോയമ്പത്തൂരിൽ നിന്നും വൻകിട സ്ഥാപനങ്ങൾ പാലക്കാട്ടേക്ക് കയറി വരുന്നു. മഴക്കാലം കഴിയുന്നതോടുകൂടിയാണ് പലപ്പോഴും ഓണം വരുന്നത്. ആ ആടിമാസം, തമിഴ്നാട്ടിലെ ആടിമാസം വരുന്ന തമിഴ്നാട്ടിലെ ഓഫ് സീസൺ കാലത്ത് അവിടെ നടത്തുന്ന ഡിസ്കൗണ്ട് സെയിൽ, ആ വൻകിട സ്ഥാപനങ്ങൾ, അവരുടെ പേര് പറഞ്ഞ് ഞാൻ വലുതാക്കുന്നില്ല, നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. ഇത്തരം സ്ഥാപനങ്ങൾ ഓഡിറ്റോറിയങ്ങൾ വാടകയ്ക്കെടുക്കും. കാരണം ഓഡിറ്റോറിയങ്ങളും ചെറിയ വിലയ്ക്ക് കിട്ടും. കാരണം ആ സമയത്ത് കല്യാണങ്ങളൊന്നും തന്നെ കാര്യമായി നടക്കുന്നില്ല. ഓഡിറ്റോറിയങ്ങൾ മുഴുവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വൻകിട സ്ഥാപനങ്ങൾ ഓണക്കാലത്ത് ഒരു കുടുംബത്തിന് വേണ്ട മുഴുവൻ തുണിത്തരങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും റിജക്ട് ചെയ്യപ്പെട്ട, അവിടെ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ കഴിയാത്ത പഴക്കമുള്ള ഉൽപ്പന്നങ്ങൾ വരെ ഇവിടെ പാലക്കാട് ഡംപ് ചെയ്ത് നമ്മുടെ ആളുകളുടെ, നമ്മുടെ അംഗങ്ങളുടെ വലിയൊരു പ്രതീക്ഷയെ തകർക്കുന്ന ഒരു രീതി കാലങ്ങളായി തുറന്നു വരികയാണ്. ഇവിടെ പ്രകാശ് സൂചിപ്പിച്ച പോലെ ഈ വിഷയം നമ്മൾ ഏറ്റെടുത്തു. അത് 3 വർഷം മുമ്പാണ്. ആ വലിയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ആ ഓഡിറ്റോറിയത്തിലേക്ക് ഇരച്ചു കയറി ആ കച്ചവടത്തെ തടസ്സപ്പെടുത്തി. ആ കച്ചവടം നടത്താൻ അനുവദിക്കാതെ നമ്മൾ അതിന് ലോക്കിട്ടു. ആ ദിവസം അങ്ങനെ കടന്നുപോയി. അത് കടന്നുപോയപ്പോൾ അന്നത്തെ ദിവസവും അതിന് പിറ്റേ ദിവസവും വന്ന വാർത്തകളിൽ ഈ സ്ഥാപനത്തിന്റെ പേര് വിവരങ്ങളാണ് തെളിഞ്ഞു നിന്നത്. അവിടെ പൊതുജനങ്ങൾ അതിനെതിരെ പ്രതികരിച്ചത് എന്താണെന്നറിയോ? ഈ കച്ചവടക്കാർ, പാലക്കാട്ട് വ്യാപാരികൾ, അവർ നൽകുന്ന വിലയേക്കാൾ കുറച്ച് നൽകുന്ന തമിഴ്നാട്ടിലെ ഇത്തരം സ്ഥാപനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ജനങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ നൽകാനുള്ള അവസരം ആണ് ഇവർ നശിപ്പിക്കുന്നത്. ആ സ്ഥാപനങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയോ? അവർ ഉടനെ തന്നെ ഇതിന്റെ നിയമപരമായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ GST നിയമം ഇത്തരത്തിൽ കച്ചവടം നടത്താൻ അനുവാദം നൽകുന്നതാണ്. എക്സിബിഷൻ സെയിൽ, അതിന് കാഷ്വൽ സെയിൽ, ടെമ്പററി സെയിൽ എന്നെല്ലാം പറയും. അതിന് GSTയുടെ രജിസ്ട്രേഷൻ കൊടുക്കും. അവർ നേരെ പോയി GST ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇതിനുള്ള ലൈസൻസ് അവർ നേടിയെടുക്കും. ആ ലൈസൻസ് നേടിയെടുത്ത് നിയമവിധേയമായി ഈ കച്ചവടം നിർബാധം തുടർന്നു വരിക. നാം നടത്തിയിട്ടുള്ള പ്രക്ഷോഭം കൊണ്ടുണ്ടായ നേട്ടം അത് നമുക്കല്ല കിട്ടിയത്. ആ നേട്ടം അവരുടെ പരസ്യ ക്യാമ്പയിനിൽ അവരുടെ പേരുകൾ ഒരു പണവും കൊടുക്കാതെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ വെണ്ടക്ക നിരത്തി വന്നു. അപ്പോൾ അതിന്റെ നെറ്റ് റിസൾട്ട് എന്താ? നാം അവിടെ തോറ്റുപോവുകയാണ്. അതിന് കാരണം നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ചില നിയമങ്ങൾ, ആ നിയമങ്ങൾ നമുക്ക് പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ അതിനെ മറികടക്കാൻ പലപ്പോഴും പല ഘട്ടങ്ങളിലും ഇത്തരം വിഷയങ്ങളിൽ നാം പകച്ചു നിൽക്കുന്നു. അത്തരമൊരു വിഷയമാണ് ഇദ്ദേഹം സൂചിപ്പിച്ചത്. എന്നാൽ സ്കൂളിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനൊരു മറുവശമുണ്ട്. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. കളക്ടറെ കാണാനും ഇത് ഈ വിഷയം മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്താനും ഒക്കെ നമ്മൾ നിവേദനം നൽകുകയും കണ്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ജനങ്ങൾ എന്താ ചിന്തിക്കുന്നത് നമ്മളത് കാണണ്ടേ? ഓരോ സ്കൂളിലെയും PTA കമ്മിറ്റികൾ അവർ ചർച്ച ചെയ്യുന്നത് അവരുടെ കുട്ടിക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഇവിടെ വിൽക്കാൻ പറ്റും. ഞാനൊരു സ്കൂളിന്റെ PTA പ്രസിഡന്റ്, എനിക്കറിയാം രക്ഷിതാക്കൾ എങ്ങനെയാണ് പെരുമാറുന്നത്. ഇതാണ് രക്ഷിതാക്കളുടെ രീതി. ഇവിടെ നാം ഇതിനെതിരെ പോകുമ്പോൾ ഉണ്ടാകുന്നത് എന്താ? ഈ സ്കൂളുകൾക്ക്, ഈ സ്റ്റോറുകൾക്ക് ആവശ്യത്തിൽ കവിഞ്ഞ പരസ്യം കിട്ടുകയും നമ്മുടെ കച്ചവടം ഓൾറെഡി നഷ്ടപ്പെട്ടു. അതിലുപരി നമ്മളൊരു കൊള്ളക്കാരായി, മോശക്കാരായി സമൂഹം ചിത്രീകരിക്കപ്പെട്ടു. ഞാനിത് നിങ്ങളെ തളർത്താൻ വേണ്ടി അല്ല പറഞ്ഞത്. നമ്മുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. ഇതേ വിഷയം പോലീസ് ക്യാമ്പ്, പോലീസിന്റെ അസോസിയേഷൻ, കോപ്പറേറ്റീവ് സൊസൈറ്റി, ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ കച്ചവടം നടത്തുന്നു. നിങ്ങളുടെ എല്ലാം വാട്സപ്പുകളിൽ വന്നു. നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി അത് ചർച്ച ചെയ്തു. ആ സ്റ്റേറ്റ് കമ്മിറ്റി ചർച്ച ചെയ്തപ്പോൾ ഞാൻ പാലക്കാട്ട് എൻ്റെ അനുഭവം വിശദീകരിച്ചു. കോപ്പറേറ്റീവ് സൊസൈറ്റി കുറച്ച് ആളുകളുണ്ടെങ്കിൽ, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സൊസൈറ്റി രൂപീകരിക്കാം. ആ സൊസൈറ്റി രൂപീകരിക്കുമ്പോൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കാൻ അതിൽ ക്ലോസ് ഉണ്ടെങ്കിൽ, നിയമപ്രകാരം ലൈസൻസ് എടുത്തിട്ടുള്ളൂ എങ്കിൽ ആ സൊസൈറ്റിക്ക് അതിനുള്ള അധികാരം കിട്ടുകയാണ്. അപ്പോൾ ആ സൊസൈറ്റി നമ്മെപ്പോലെ കച്ചവടക്കാരനായി മാറിയിരിക്കുകയാണ്. ഫലമില്ല, നാം നിസ്സഹായരാകുക. അപ്പൊ ഈ ഒരു അവസ്ഥ അത് നിലനിൽക്കുന്നുണ്ട് എന്ന് കരുതി നാം പുറകോട്ട് പോകുന്നു എന്നല്ല. നാം അതിനുള്ള ഒരു സമ്മർദ്ദം, സ്നേഹപൂർവ്വമുള്ള ഈ അധികാരികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണം എന്ന ഒരു അപേക്ഷ നിങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധി ഇതാണ് എന്ന ദയനീയ അവസ്ഥ നാം വിവരിക്കുന്നു. അത് നാം ചെയ്യുന്നുണ്ട്. അത് എന്ന് പറയാൻ കഴിയും. ഒപ്പം ഇനി ഇതിന്റെ ഞാൻ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി, നമ്മൾ പല കച്ചവടക്കാർ, നമ്മുടെ ടെക്സ്റ്റൈൽസ് നോക്കിയാൽ ഇപ്പോൾ പട്ടാമ്പിയിലൊക്കെ ഞാൻ അറിയുന്ന നിരവധി ആളുകൾ അവർ പല സ്കൂളുകളിലേക്കും സപ്ലൈ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ സാഹചര്യം ഉണ്ടായി എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ കുറച്ച് ആളുകൾ തന്നെയാണ് സ്കൂളിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ മുസ്തഫ ഉൾപ്പെടെയുള്ള ആളുകൾ പാലക്കാട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്നാണ് ഈ മലബാർ മേഖലയിലുള്ള ബഹുഭൂരിപക്ഷം സ്കൂളിലേക്കും സാധനങ്ങൾ പോകുന്നത്.
അദ്ദേഹം ഈ വാദത്തോടൊപ്പം നമ്മളോട് നിൽക്കും. അദ്ദേഹമാണൊക്കെ സപ്ലൈ ചെയ്തത്, നമ്മളും അവിടെ പർച്ചേസ് ചെയ്യും. ഞാനറിയുന്ന നമ്മൾ നിരവധി സുഹൃത്തുക്കൾ പല സ്കൂളുകളിലേക്കും സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകും. ആ പ്രതിസന്ധികളെ മറികടക്കാൻ സാധ്യമായ വഴികൾക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്കൂളിലേക്കുള്ള സപ്ലൈ അത് വാങ്ങിയെടുക്കാനുള്ള സമ്മർദ്ദങ്ങൾ അത് നിങ്ങൾ ശ്രമിക്കണം. അത് പല ടെക്നിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, പല അധ്യാപകരും അവർക്ക് വ്യക്തിപരമായി നേട്ടം ഉണ്ടാക്കാതെ ചെയ്തത് നേട്ടങ്ങൾ നിങ്ങൾ എന്തെങ്കിലും കൈപ്പുറത്ത് കൊടുക്കുക, ആ കച്ചവടം പിടിച്ചെടുക്കുക എന്നതല്ലാതെ ഇതിനകത്ത് സാധ്യമായ വഴി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവവും നമ്മുടെ പ്രയാസവും നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇത് നിയമം മൂലം നിരോധിക്കാനോ നമുക്ക് വേണ്ടി ആരെങ്കിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥരോ ഭരണകൂടമോ ഇതിനുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പൊതുജനത്തിന്റെ കണ്ണിൽ നിന്നും ഇതിനെ നോക്കിയാൽ സ്കൂളിൽ കൊടുക്കുന്ന സാധനം വളരെ വിലക്കുറവിൽ തന്നെ കൊടുക്കുന്നു, നമ്മളത് വലിയ വിലയെടുത്ത് വിൽക്കുന്നു എന്ന ഒരു കാഴ്ചപ്പാട് സമൂഹത്തിലുണ്ട്. സംഗതി നേരെ തിരിച്ചായി അനുഭവം വെച്ച, പക്ഷെ ആളുകളുടെ കാഴ്ചപ്പാടതാണ്. അത് വഴിമാണിപ്പത്തിന് വിജയിച്ചതാണ്. വഴിമാണിപ്പക്കാരൻ കൊണ്ടുവന്ന് വിൽക്കുന്ന സാധനം നമ്മുടെ ആളുകളുടെ ധാരണ എന്താ വില കുറവാണ്. ഞാൻ പട്ടാമ്പി ഒരു യോഗത്തിൽ നമ്മുടെ ആളുകളോട് ചോദിച്ചു, വഴിമാണിപ്പത്തിനെതിരെ നമ്മൾ സംസാരിക്കുന്നു. ഞാൻ നിങ്ങളും ഈ പട്ടാമ്പി വിട്ടൊന്ന് ലോങ് ഡ്രൈവ് ചെയ്യുമ്പോൾ വിചാരിക്കും, പോകുന്ന വഴിക്ക് നമുക്ക് ഓറഞ്ച് വാങ്ങണമെന്ന് ആവശ്യം തോന്നിയാൽ നിങ്ങൾ കടയിൽ നിർത്തി വാങ്ങുമ്പോൾ ഈ തട്ടുകളൊക്കെ വാങ്ങും. അപ്പൊ ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇതാണല്ലോ സമൂഹത്തിന്റെ കാഴ്ചപ്പാട്. അപ്പൊ ആ കാഴ്ചപ്പാട് നമ്മൾ അംഗീകരിച്ചേ പറ്റില്ല. യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സത്യങ്ങളെ അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മൾ ബോധ്യപ്പെടേണ്ടത്. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് എന്ന് കരുതി നാം ഇതിന്റെ ഗൗരവം കാണാതിരിക്കുകയോ അത് പുറകോട്ടോ പോകുന്നില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ദുരവസ്ഥ ഇവരെ ബോധ്യപ്പെടുത്തുക എന്നതാണ്. അത് നമ്മൾ ചെയ്യുന്നത്. ഇത് ഉൾപ്പെടെ നിരവധിയായ വിഷയങ്ങൾ നമുക്കുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ കാലാകാലങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചർച്ചകളും സമ്മർദ്ദങ്ങളും അത് ബോധപൂർവം ഉണ്ടാക്കുക എന്ന ഉത്തരവാദിത്വം തന്നെയാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കണം. ഈ ചർച്ചകൾ, ഈ പ്രവർത്തനങ്ങൾ അത് മുന്നോട്ട് പോകണം. നമ്മൾ ഒരുപാട് മുട്ടുമ്പോൾ ചില വാദങ്ങളെങ്കിലും നമുക്ക് വേണ്ടി തുറക്കപ്പെടും. നമ്മുടെ കച്ചവടം അങ്ങനെ തന്നെ. നമ്മൾ ഒരുപാട് പ്രതിസന്ധി, നിങ്ങൾ പുറകോട്ട് നോക്കിയാൽ വലിയ പ്രതിസന്ധി നേരിട്ട കാലത്തെ അതിജീവിച്ചുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇനി നിലയിലെത്തിയത്. ഒരു കാലത്ത് കമ്പ്യൂട്ടർ വന്നപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ചിരുന്ന വലിയ ആളുകളുടെയുണ്ട്. അവിടെ കമ്പ്യൂട്ടർ വന്നപ്പോൾ തൊഴിൽ നഷ്ടപ്പെടുകയല്ല ഉണ്ടായത്, കമ്പ്യൂട്ടർ പല തൊഴിലിനെയും മാറ്റിമറിക്കുകയും ചെയ്തു. ഇന്ന് അതേ സംവിധാനം ഇപ്പോൾ ഉള്ളത്. നാം ഓൺലൈൻ സംവിധാനത്തെ നമ്മളെല്ലാവരും എതിർക്കും. നമ്മൾ പറയുന്ന ഓൺലൈൻ എന്നത് നമ്മുടെ കച്ചവടം കെട്ടിക്കൊണ്ടുപോകും. അതിലൊരു വസ്തുതയുണ്ട്, ശരിയാണ്. പക്ഷേ അതുണ്ടെങ്കിലും കാലഘട്ടത്തിനനുസരിച്ച് ആ ഓൺലൈനിന്റെ സാധ്യത അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുമ്പോൾ നോക്കണ്ടേ, നമ്മൾ നോക്കണ്ടേ. ഞാൻ അതെങ്ങനെ ചെയ്യുന്നത് എന്നത് എന്നെ വല്ലാതെ ഇപ്പോൾ ചെയ്ത ഒരു കഥ പറയാം. ഇടുക്കിയിലെ അസംഭവം. ഇടുക്കിയിലെ ഹൈറേഞ്ചിൽ മലമുകളിൽ അവിടെ അതിന്റെ പ്രത്യേകത, അവിടേക്കുള്ള സാധനം മുഴുവൻ അടിവാരത്തിൽ നിന്നും പർച്ചേസ് ചെയ്ത് കൊണ്ടുപോകണം. എല്ലാ സാധനവും മുകളിൽ കിട്ടില്ല. അതുകൊണ്ട് അവിടെ ഒരു കുറച്ച് കുടുംബങ്ങൾ മാത്രം ജീവിക്കുന്ന ഒരു ചെറിയ പ്രദേശം, ഒരു ഗ്രാമീണ സ്വഭാവമുള്ള പ്രദേശം. അവിടെ ഒരു പലചരക്ക് കച്ചവടക്കാരൻ, വളരെ ചെറിയൊരു പെട്ടിക്കട പോലത്തെ മുറി. അദ്ദേഹം അവിടെ കച്ചവടം ചെയ്യുന്നു. ആ ചുറ്റുപാടുമുള്ള ആളുകൾ, ആ കുടുംബങ്ങൾക്ക് മാത്രം കാറ്റർ ചെയ്യുന്ന, അവർക്ക് സാധനങ്ങൾ എത്തിച്ച് നൽകുന്ന ഒരു കട. ആ കടയുടെ ശരാശരി വിറ്റുവരവ് എന്ന് പറയുന്നത് 10,000 രൂപ അല്ലെങ്കിൽ 15,000. സീസണൊക്കെ വന്നാൽ അതൊരു 20,000-ലേക്ക് കിട്ടും. ഇതായിരുന്നു കച്ചവടം. അദ്ദേഹത്തിന്റെ മകനുണ്ടല്ലോ, +2 പരാജയപ്പെട്ടു. അവനോട് കോളേജിൽ പോകാൻ ആവശ്യപ്പെടുമ്പോൾ ഈ +2 എഴുതിയെടുക്കാനുള്ള യാതൊരു കോൺഫിഡൻസും വന്നില്ല. അവൻ പറഞ്ഞു അപ്പനോട്, ഞാനിനി പഠിക്കാൻ പോകുന്നില്ല, ഞാൻ അപ്പനെ സഹായിക്കാം. അപ്പൻ പറഞ്ഞു, ഇവിടെ എനിക്ക് തന്നെ ജീവിക്കാനുള്ള വരുമാനം നിന്ന് കിട്ടുന്നില്ല. നീ രക്ഷപ്പെട്ട് നീ കൂടെ ഒരു വരുമാനം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയില്ല നിന്നെ പഠിപ്പിച്ചത്. നീയും ഇവിടേക്ക് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അവൻ പറഞ്ഞു, തൽക്കാലം ഞാൻ നോക്കട്ടെ, ഞാൻ സഹായിക്കാം. വേറെ എന്തെങ്കിലും സാധ്യത വരുന്നുണ്ടെങ്കിൽ ഞാൻ വേറെ പണി നോക്കാം, അതുവരെ ഞാൻ കടയിൽ സഹായിക്കാം എന്ന് പറഞ്ഞു. അവൻ കടയിൽ വന്നു 2 ദിവസം. 3-ാം ദിവസം അവൻ അപ്പനോട് പറഞ്ഞു, എനിക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ വാങ്ങിത്തരണം. അവൻ ഓൺലൈനിൽ നോക്കി ഒരു സ്കൂട്ടർ 15,000 രൂപയുടെ കണ്ടുവച്ചു. എനിക്ക് ആ പണം തരണം എന്ന് പറഞ്ഞു. അച്ഛൻ മനസ്സോടെയും ഇവന്റെ വാശിയും കൊണ്ട് മകൻ ഒരു സ്കൂട്ടർ വാങ്ങിക്കൊടുത്തു. പിറ്റേ ദിവസം ഒരു A4 ഷീറ്റിൽ അവരിങ്ങനെ എഴുതി വെച്ചു, നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം അത് എന്ത് തന്നെയായാലും നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞാൻ നിങ്ങളുടെ വീട്ടിൽ. പതുക്കെ ആളുകൾക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇവൻ ഈ സ്കൂട്ടറുമായി മുഴുവൻ വീടുകളും കയറി ഇറങ്ങി. എല്ലാ വീട്ടിലും ഈ തുണ്ട് കടലാസുകൾ കൊണ്ടുകൊടുത്ത് അവിടുത്തെ വീട്ടമ്മമാരെ, അവിടുത്തെ താമസക്കാരെ ഈ വിവരങ്ങൾ അറിയിച്ചു. എന്റെ കടയിലുള്ള സാധനം എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചോളൂ, ഞാനത് നിങ്ങളുടെ വീട്ടുമുറ്റത്തെത്തിക്കും. അപ്പന് ഇതൊക്കെ ആദ്യം തമാശയായി തോന്നി. പക്ഷേ പതിയെ കോളുകൾ വരാൻ തുടങ്ങി. കോളുകളുടെ എണ്ണം വർദ്ധിച്ചു. ഞാൻ ഈ കക്ഷിയെ പരിചയപ്പെടുമ്പോൾ, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തി. ഞാൻ ആ കടയിൽ നിൽക്കുമ്പോൾ
അന്ന് അവന്റെ സെയിൽ എന്ന് പറയുന്നത് 45,000. സീസൺ സമയത്ത് അവൻ 60,000-ലേക്ക് എത്തിക്കുന്നു. ഞാൻ ചോദിച്ചു, എങ്ങനെയായി സാധ്യമാകുന്നത്? നിന്റെ കടയിൽ അത്രയും സാധനമില്ലല്ലോ. അവർ ഞാൻ എല്ലാ സാധനവും ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നില്ല. ആളുകൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ ഇവർ ഓർഡർ ചെയ്യുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇത്രയും സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെന്താ ചെയ്യുന്നത്? നമ്മുടെ ഇൻവെന്ററി, നിങ്ങളുടെയൊക്കെ കടയിൽ നിങ്ങളുടെയൊക്കെ ലാഭം കെട്ടിക്കിടക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഷോപ്പിന്റെ മൂലയിൽ ഡെഡ് സ്റ്റോക്ക്. നമ്മുടെ പണം മുടങ്ങിക്കിടക്കുക. അവിടെയാണ് ഈ പ്രസ്തുത ഒറ്റ മകൻ പുതിയ ആശയം ഇവിടെ അവതരിപ്പിച്ചു. ഇത് തന്നെയല്ലേ ഓൺലൈൻ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയല്ലേ? ഈ അവസരം നമുക്കുമില്ലേ? ആ അവസരത്തെ ഉപയോഗപ്പെടുത്തുക എന്നതാവണം നമ്മുടെ ചിന്ത. ആ അവസരത്തെ എതിർക്കേണ്ടത് എതിർക്കണം, അല്ലാതെ ഞാൻ പറയുന്നു. പക്ഷെ നമുക്ക് ജീവിച്ചേ പറ്റൂ, നമുക്ക് മുന്നോട്ട് പോകണം. അതുകൊണ്ട് ആ സാധ്യതയെ ഉപയോഗപ്പെടുത്തണം. ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എതിരെ പ്രതിസന്ധികൾ തീർക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ഇപ്പോൾ ഇതാ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ കരുതുന്നുണ്ടാകും അതൊന്നും നമ്മളെ ബാധിക്കില്ല. പക്ഷെ അതൊക്കെ നമ്മളെ ബാധിക്കുകയും നമ്മൾ അതിന് അടിമപ്പെട്ട് കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ യൂട്യൂബ് കയറി, ഫേസ്ബുക്കിൽ കയറി നിങ്ങൾ ചിലത് സെർച്ച് ചെയ്യും. പിന്നെ നോക്കിയാൽ കാണാം നിങ്ങൾ സെർച്ച് ചെയ്തത് മുഴുവനാവില്ല. എങ്ങനെയാണ് വരുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ച് ഈ സ്ഥാപനങ്ങൾ നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ആ സാങ്കേതിക വിദ്യ അവർ ഉപയോഗപ്പെടുത്തും. നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നവരായിരിക്കും, ഞാൻ ചെയ്യും. ആ ഓൺലൈൻ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ തെളിയുന്ന ചിത്രങ്ങൾ അതെങ്ങനെ വരുന്നത് അറിയുമോ? ഓരോ ചിത്രവും എവിടെ കൊടുക്കണമെന്ന് AI തീരുമാനിക്കുന്നു. ആളുകൾ ചിത്രങ്ങളെ സ്കാൻ ചെയ്യുകയാണ് എന്നാണ് പുതിയ പഠനം. ഒരാളും ഒന്നും വായിക്കുന്നില്ല. നിങ്ങൾ തെളിയുന്നുണ്ടാവും, ഒക്കെ എഴുതി വെച്ചാൽ നടക്കുന്നു. ആളുകൾ വായിക്കുന്നില്ല, ആളുകൾ ചിത്രങ്ങൾ സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. പുതിയ AI പഠനങ്ങൾ. അപ്പൊ സ്ഥാപനങ്ങൾ അത് ഉപയോഗപ്പെടുത്തുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇതാണ് പിന്തുടരുന്നത്. അതുകൊണ്ട് ഇപ്പോ അടുത്ത കാലത്ത് AI സംബന്ധിച്ച് വലിയ ഒരു ഡിബേറ്റ് നടന്നു. ആ ഡിബേറ്റിൽ ലോകത്തിലെ AI എക്സ്പേർട്ടുകളിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള വ്യക്തി, അദ്ദേഹമായ പേര് ഞാൻ നോക്കുന്നില്ല, കാരണം ഇവിടെ ഇത് പറയേണ്ടി വരുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അദ്ദേഹവുമായി ഇന്റർവ്യൂവർ ചോദിച്ചു, ഈ AI മനുഷ്യരാശിക്ക് ഭീതിയാകുമോ? അദ്ദേഹം പറഞ്ഞ മറുപടി, AI മനുഷ്യരാശിക്ക് ഭീഷണിയാകില്ല. പക്ഷെ ഒരു ഭീഷണിയുണ്ട്. അതെന്താ ഭീഷണി? AI ഉപയോഗിക്കുന്ന മനുഷ്യരും AI ഉപയോഗിക്കാത്ത മനുഷ്യരും തമ്മിൽ വലിയ സംഘർഷങ്ങളിലേക്കും സംഘടനകളിലേക്കും ഈ ലോകം മാറും. AI ഉപയോഗിക്കുന്ന ആളുകൾ, ജനത, അത് AI ഉപയോഗിക്കാത്ത ആളുകളെക്കാൾ ബഹുദൂരം കുതിച്ചു പോകും. അദ്ദേഹം പറഞ്ഞ മറുപടി. ആ വാക്കുകൾക്ക് ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളാണ്. അത് പഠിക്കാൻ നമ്മൾ തയ്യാറാണ്. അതുകൊണ്ട് കച്ചവടം എന്ന് പറയുന്നത് ഇത് നിങ്ങളാരും കോളേജിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. കച്ചവടം എന്ന് പറയുന്നത് പ്രായോഗിക ബുദ്ധിയാണ്. ആ പ്രായോഗിക ബുദ്ധിയെ സാങ്കേതിക വിദ്യയോടൊപ്പം ചേർത്ത് പിടിക്കാനുള്ള കാഴ്ചപ്പാട് നമുക്ക് വേണം. നമ്മളൊക്കെ കണക്കെഴുതുന്നുണ്ട്. കണക്കെഴുതാൻ പഠിച്ചിട്ടല്ലോ നമ്മൾ കണക്ക് കൊടുക്കുന്നത്. കണക്കെഴുതുന്ന ആളെ 10,000 രൂപ കൊടുത്താൽ കിട്ടും, പണം കൊടുത്താൽ ഇതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ കാഴ്ചപ്പാടുണ്ടാകും. എവിടെ ഏത് വഴിയിൽ പോകണം, ഏതാണ് ശരിയെന്ന് അറിയാനുള്ള കാഴ്ചപ്പാടുണ്ടാകും. ഞാൻ സാങ്കേതികമായി ഒന്നുമല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. ആ തരത്തിൽ പോയി എന്തായാലും ഈ നാട്, ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങൾക്കൊപ്പം നമ്മളും മാറേണ്ടതുണ്ട്. ആ മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങും. നമ്മളിലേക്ക് മാറ്റങ്ങളെ കൊണ്ടുവരികയും നമ്മുടെ കച്ചവടം വിപുലപ്പെടുത്താൻ, അതിന്റെ ലാഭം വർദ്ധിപ്പിക്കാൻ, നമ്മുടെ വിറ്റുവരവ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സാധ്യമായതൊക്കെ നാം ചെയ്തേ പറ്റൂ. അല്ലാതെ പഴയ കാലത്തെ പോലെ എല്ലാം നമുക്ക് നമ്മുടെ കയ്യിലേക്ക്, നമ്മുടെ കടയിലേക്ക് വരുമെന്ന പ്രതീക്ഷ നിങ്ങൾക്കാർക്കും വേണ്ട. ആ കാലം മാറി. അതുകൊണ്ട് ഈ മാറ്റം നമ്മുടെ കടയിലേക്കും നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ മനസ്സിലേക്കും വന്നിട്ടുണ്ട്. മാറ്റത്തെ കൊണ്ടുവരണം. നമ്മുടെ സംഘടന ഈ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തത്. ഇത് സംബന്ധിച്ച് വലിയ ഒരു ഡിബേറ്റ് നമ്മൾ നടത്തി, വലിയൊരു സംവാദം. അതിനെയാണ് റിട്ടെയിൽ കോൺക്ലേവ് എന്ന് പറയുന്നത്. നിങ്ങളുടെ റിപ്പോർട്ടിൽ ആര് വായിച്ചത് ഞാൻ കേട്ടു. റിട്ടെയിൽ കോൺക്ലേവ് എന്ന് പറഞ്ഞ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപാര മേഖലയിൽ നാം ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ അതിനെങ്ങനെ പരിഹരിക്കണം എന്നത് സംബന്ധിച്ച് ഈ മേഖലയിൽ, വ്യാപാര മേഖലയിലെ, ബിസിനസ് മേഖലയിലെ ഇന്ത്യ രാജ്യത്തിന്റെ സാമ്പത്തിക വിദഗ്ധർ ഉൾപ്പെടെയുള്ള വലിയ പണ്ഡിതരെ അണിനിരത്തിക്കൊണ്ട് നാം വലിയ ഒരു സംവാദം സംഘടിപ്പിച്ചു. ആ സംവാദത്തിൽ പലതും നമ്മുടെ കണ്ടെത്തലുകളുണ്ട്. ഒറ്റ ഒന്നിന് മാത്രമേ ഞാൻ നമ്മോട് പറയുന്നുള്ളൂ. അതിൽ ഏറ്റവും വലിയ കണ്ടെത്തലുകളിൽ ഒന്ന്, നമ്മുടെ കടയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന കസ്റ്റമേഴ്സിൽ 65% ആളുകളും ഡിസ്സാറ്റിസ്ഫൈഡ്. അവർ അസംതൃപ്തരായിക്കൊണ്ടാണ് നിങ്ങളുടെ കടയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത്. ആ അസംതൃപ്തരായ, നിങ്ങളോട് തീരെ താല്പര്യമില്ലാതെ നിങ്ങളോട് പിണങ്ങി പരിഭവിച്ചിറങ്ങിപ്പോകുന്ന കസ്റ്റമർ അവർ നിങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് എങ്കിൽ അത് ഗതികേടുകൊണ്ടാണ്. ആ ഗതികേട് മാറ്റാൻ നാളെ ആരെങ്കിലും അവരുടെ മുന്നിൽ വന്നാൽ ഈ 65% കസ്റ്റമേഴ്സും നിങ്ങളെ വിട്ടുപോകും. അതുകൊണ്ട് കസ്റ്റമേഴ്സ്, നമ്മുടെ കടയിലേക്ക് വരുന്നവരെ എങ്ങനെ ഡീൽ ചെയ്യണം, അവരുടെ അനുഭവം, ആ അനുഭവം ഏറ്റവും മികച്ചതാക്കി മാറ്റണം. ആ ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അതിന് ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന വലിയ പ്രക്രിയ സ്ഥാപനത്തിനുള്ളിൽ നടക്കണം. അത് നടക്കണമെങ്കിൽ നമ്മൾ ആദ്യം പഠിക്കണം.
എങ്ങനെ ആളുകളോട് പെരുമാറാം, ആളുകളോട് എങ്ങനെ ഡീൽ ചെയ്യാമെന്ന് നമ്മൾ പഠിക്കണം. നമ്മുടെ സ്റ്റാഫിനെ, ജീവനക്കാരെ പഠിപ്പിക്കണം. ആ പഠന പ്രക്രിയ സംഘടന ഏറ്റെടുക്കുക, ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക. താല്പര്യമുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താം. അതിനുള്ള വേദി നമ്മൾ ഒരുക്കുന്നുണ്ട്. അതിനുള്ള ചെലവ് നിങ്ങൾ നൽകിക്കൊണ്ട് തന്നെ അത് നടത്താൻ കഴിയുകയുള്ളൂ. കാരണം നമ്മുടെ ഫാക്കൽറ്റി, അധ്യാപകർ, അവർ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലെ, ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ, IIM അഹമ്മദാബാദ് ഉൾപ്പെടെയുള്ള മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള അധ്യാപകർ, അത് സ്വായത്തമാക്കാൻ അത്തരം ഒരു വേദി നമ്മൾ ഒരുക്കുന്നുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തണം. ഞാൻ ഈ മറ്റൊന്നിലേക്ക് കിടക്കുന്നില്ല. കൂടുതൽ സംസാരിക്കാനുള്ള ഊർജ്ജമില്ലാത്ത ദിവസമാണ് ഇന്ന്. ഞാൻ മറ്റൊന്നും കിടക്കാതെ നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനമായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ സമീപിക്കുന്നത് ജില്ലാ കമ്മിറ്റിക്ക് നൽകുന്ന വലിയൊരു പിന്തുണയുണ്ട്. മുസ്തഫയുടെ സാന്നിധ്യം അത് മുസ്തഫയെ കാണുമ്പോൾ തന്നെ എനിക്കെല്ലാം ഉണ്ടാകുന്ന ആ വലിയ ആവേശം, ആ ആവേശം നിങ്ങൾ ഓരോരുത്തരുമാണ് നൽകുന്നത്. അതിനുള്ള നന്ദി നിങ്ങളോട് പറഞ്ഞുകൊണ്ടും നിങ്ങളോടൊപ്പം ഈ ജില്ലാ കമ്മിറ്റി എന്നും ഉണ്ടാകുമെന്ന വാക്ക് നൽകിക്കൊണ്ടും ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. തീരുമാനം നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കാര്യങ്ങൾ നേതാക്കന്മാരുടെ മുന്നിൽ വെച്ചിട്ട് അവർക്ക് കൊടുക്കുമ്പോൾ അവർക്കൊരു മോട്ടിവേഷൻ ആവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് പ്രശ്നപ്പെട്ട വിചാരിച്ചിട്ടാണ് നമ്മൾ ആ പദ്ധതിയിലേക്ക് കടന്നത്. ഇതിലൊക്കെ തെറ്റുള്ള ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രമിക്കണം. കാരണം നമുക്ക് ഇതൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ മക്കൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ, അവർക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്ന മോട്ടിവേഷൻ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സംഘടനകൾക്ക് അവർക്ക് ആ കാര്യങ്ങൾ ഉണർത്താവുന്നതാണ്. വിദ്യാഭ്യാസത്തിനോ പഠിത്തത്തിനോ വേണ്ടിയിട്ട് ഇതിവിടെ ജില്ലാ കമ്മിറ്റിയും നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാവരും വളരെ യൂട്യൂബിലും വീഡിയോയിലൊക്കെ കണ്ടതാണ്. നമ്മൾ അന്യനാട്ടിൽ വന്ന് നമ്മുടെ ഈ കുഗ്രാമത്തിൽ താമസിക്കുന്ന അനിൽ എന്ന ഒരു ബൈക്ക് മെക്കാനിക്ക്, അദ്ദേഹത്തിൻ്റെ ആ സ്ഥാപനത്തിൽ തന്നെയാണ് അവരും അവരുടെ കുടുംബം താമസിക്കുന്നത്. അവിടുന്ന് മലയാളത്തിൽ ഒരു ഉന്നത USS എന്ന എക്സാമിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കാര്യം നമ്മളെല്ലാം അറിയും. അപ്പോൾ പല ആളുകൾ അവർ ആദരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നമ്മളോട് അവരുടെ പോയിരുന്നു. നമ്മളപ്പോൾ ഇങ്ങനെ പദ്ധതി അവർക്ക് ആദരിക്കാം. എനിക്കതിൽ പറയാനുള്ള കാരണം അവരെ പ്രതിയൊന്ന് കൂടുതൽ ജില്ലാ കമ്മിറ്റി മനസ്സിലാക്കണം. ആ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൂടി ജില്ലാ കമ്മിറ്റി പരിഗണിക്കണമെന്നും കൂടി പറയുന്നുണ്ട്. കാരണം അവർ അന്യനാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ചെറിയ ഒരു ഭക്ഷണം കഴിക്കുന്നതും പഠിക്കുന്നതും ഉറങ്ങുന്നതും ഒരു ചെറിയ ഒരു ഇതിലാണ്. അപ്പോൾ ആ കാര്യം അവർക്ക് നമ്മൾ ഒരു മൊമെൻ്റ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്കൊരു ക്യാഷ് അവാർഡ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെ 2023 USS പരീക്ഷ ഉന്നയിച്ച കസ്റ്റമർക്ക് പ്രിയാംശു ചൗധരി, ഡോക്ടർ അനി കൃഷ്ണ ഓട്ടോസ് അതാണ് നടത്തുന്നത്. പിന്നെ നമ്മുടെ ഫുൾ SSLC A+ കിട്ടിയ വിസ്മ S, AP സുരേഷ് ശ്രീ വിനായക ഹോട്ടലിൻ്റെ മകളാണ്. അതിനെ നമ്മൾ യോഗം പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതൊക്കെ നമ്മളൊരു ക്യാഷ് പ്രൈസും ഒരു മൊമെൻ്റാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ SSLC ഉന്നത വിജയം നേടിയ മുഹമ്മദ് റോഷൻ, നമ്മുടെ കെ അഷ്റഫ് ഫസ്റ്റ് അദ്ദേഹത്തിൻ്റെ മകനാണ്. പിന്നെ +2 ഉന്നത വിജയം നേടിയ അൻഷിത KK, ഡോക്ടർ ഷൗക്കത്ത് OK ശിവ, അവർക്ക് നമ്മൾ മുന്നോട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ +2 ഉന്നത വിജയം നേടിയ സായന്ത്, നിഷയുടെ മകളാണ്, നിഷ ടൈലറിംഗ്. അതുപോലെ തന്നെ നമ്മുടെ ഈ 4 മേഖലയായിട്ട് നമ്മൾ ഈ ടീം ഉദ്ദേശിക്കുന്ന അവർക്ക് മുന്നോട്ട് കൊടുത്ത് അവർക്ക് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവർ കുറച്ചുകൂടി ഇനി വരുന്ന കമ്മിറ്റിയും വന്നിട്ട് അതിൽ വരുന്ന ടീമുകൾക്ക് അങ്ങനെ കാര്യങ്ങൾ ഏറ്റെടുക്കണം. അവരെ ആ ടീമിലുള്ള അവരുടെ കച്ചവടക്കാരെ എന്ത് കാര്യങ്ങൾക്കും അവർ മുന്നിലുണ്ടാവണം. അതുപോലെ തന്നെ അവരുടെ പ്രത്യേകം ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം വരികയാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് ഇവിടെ മെമ്പർമാർ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. 2 കടകൾ തമ്മിൽ ഒരു ബോക്സോ കേസിന്റെ പ്രശ്നം വരെ നമ്മുടെ ഈ യൂണിറ്റിൽ വന്നൊരു സംഭവമാണ്. അത് അവരുടെ വീട്ടിൽ പോയി ഞങ്ങൾ വളരെ നേരം നേതാക്കന്മാർ പോയി ബന്ധപ്പെട്ട് നിങ്ങൾ അത്ര കാര്യം കൊണ്ട് മുന്നോട്ട് പോകരുത്, കാരണം അത് നമ്മൾ ബന്ധിക്കുന്ന ഒരു പ്രശ്നമാണ്. എത്ര വലിയ പ്രശ്നമാണെങ്കിൽ നമ്മുടെ ഈ യൂണിറ്റിന്റെ പ്രശ്നം തീർക്കണം. എന്നിരുന്നാലും അത് പോലീസ് സ്റ്റേഷനിൽ ആ സംഭവം ഒത്തുതീർന്നു. അതുപോലെ പല കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അത് നമ്മളെല്ലാവരോടും വിളിച്ച് പറയാറില്ല, നമ്മളെല്ലാവരും അറിയിക്കാറില്ല. അതിനൊരു മെമ്പറുടെ പ്രശ്നം ആ മെമ്പറുടെ പ്രശ്നം മാത്രമായിട്ട് നമ്മൾ ഏറ്റെടുത്ത് നടപ്പാക്കാറുണ്ട്. അപ്പോൾ അതിൽ ആ മെമ്പർ കൊടുക്കുന്നതിൽ ഒന്ന് കെ അഷ്റഫ് എന്ന ടീമാണ് ഒന്ന്, 2 ആമിർ വെസ്റ്റിലുള്ള ടീമാണ്. പിന്നെ കെ ജാഫർ എന്ന ടീം സൗത്തിലുള്ളതാണ്. പിന്നെ ഒക്കെ ജവാദ് എന്ന ടീം കേക്കര ഏരിയയാണ് നോക്കുന്നത്. ഈ കെ നാരായണൻകുട്ടി എന്ന ടീം പുതിയ റോഡ്. അപ്പോൾ അങ്ങനെയുള്ളതാണ്. അതുപോലെ നമ്മൾ ഈ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയൊരു ഇത് നമ്മുടെ പരസ്പര സഹായനിധിയാണ്. യാതൊരു ആവേശം കൂടാതെ കെ അഷ്റഫ് തസ്മിഷോറാണ് അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ നമ്മളൊന്ന് ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത് മൊമെൻ്റം US പരീക്ഷ ഉന്നത വ്യവസ്ഥ പ്രിയാംശു ചൗധരി, ഡോക്ടർ അനി നാവട്ട്. പ്രത്യേക ഫുൾ SSLC A+ വിസ്മയ വളരെ ക്ഷമിക്കും. SSLC ഉന്നത വിജയം നേടിയ മുഹമ്മദ് റോഷൻ. ഉന്നത വിജയം നേടിയ അൻഷിത OK ഷൗക്കത്തിന്റെ മകൾ.
അടുത്ത +2 വിജയം നേടിയ സാഹിത്യ സൺ ഓഫ് കൃഷ്ണമാണ്. മറ്റൊരു ടീം മൂവ്മെന്റാണ് കെ ആശാഫ് എൻ്റെ പാർട്ടി. ഞാനും അവിടെ കൊണ്ട് ജവാദിയുടെ ടീം അടുത്ത കേരള നാരായണന്റെ ടീം സാബു മൈനാടി. അടുത്ത പരസ്പര സാന്നിധ്യ കോർഡിനേറ്റർ ആശ്വാസം. അതുകൊണ്ട് തന്നെ അവസരം വിടവാങ്ങലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യൂണിറ്റിൻ്റെ പ്രസിഡന്റിനോട് അദ്ദേഹത്തിന് അതിനുള്ള അവസരം. പ്രിയപ്പെട്ട മണ്ഡലം ജില്ലാ നേതാക്കന്മാരെ, നമ്മുടെ പ്രിയപ്പെട്ട യൂണിറ്റ് മെമ്പർമാരെ, ഈ വിടവാങ്ങ പ്രസംഗത്തിൻ്റെ നമ്മൾ കുറച്ച് മുന്നേ തന്നെ പ്രസംഗിച്ചാണ്. ഇത് പ്രത്യേകിച്ചൊന്നും പറയല്ല. നമ്മുടെ ഈ 2 വർഷക്കാലത്തിനുള്ളിൽ നിങ്ങളായിട്ട് പല കാര്യത്തിലും നിങ്ങളായിട്ട് സംസാരിച്ചിട്ടുണ്ടാവും, പല കാര്യങ്ങളോട് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവും, നിങ്ങളോട് ചിലപ്പോൾ പശുവായി പെരുമാറിയിട്ടുണ്ടാവും. എൻ്റെ ബാക്കിയുള്ള പ്രവർത്തിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യത്തിൽ ക്ഷമിക്കണം. പുതുതായിട്ട് വരുന്ന ഒരു കമ്മിറ്റി നല്ലൊരു കമ്മിറ്റി വരട്ടെ. കാരണം ചെറുപ്പക്കാരുണ്ട്, നിങ്ങൾ അങ്ങനത്തെ ആളുകൾക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കണം. ആ വരുന്ന കമ്പനിക്കും ഈ ആമേരി യൂണിറ്റിലെ മെമ്പർമാർക്ക് സഹായകരമായ പല പദ്ധതികളും നടപ്പാക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞങ്ങളൊന്നും സംസാരിക്കുന്നില്ല. നന്ദി, നമസ്കാരം. ഇപ്പോൾ അടുത്തതായി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളാണ്. 2024-26 വർഷത്തേക്ക്, അടുത്ത 2 വർഷത്തേക്ക് ആമയൂർ യൂണിറ്റിനെ നയിക്കാൻ അടുത്ത ഭരണസമിതി വരണം. ആ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുക എന്നതാണ് അടുത്ത ദൗത്യം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായി ആമയൂർ യൂണിറ്റിൽ അംഗത്വമുള്ള മുഴുവൻ ആളുകളും സത്യപ്രതിജ്ഞ ചെയ്യണം. ആ ചടങ്ങ് നിർവഹിക്കുന്നതിന് കരിങ്ങനാട് യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ മുനക്കൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എല്ലാവരും എണീറ്റെടുത്ത് വലത് കഴിയുമ്പോൾ അവയുമെല്ലാം ഞാൻ പറഞ്ഞത് പതുക്കെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമയൂർ യൂണിറ്റ് അംഗമായ ഞാൻ എന്നിൽ അർപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം വ്യാപാരി വ്യവസായി സമൂഹത്തിന്റെ ഉത്തമ താല്പര്യ സംരക്ഷണത്തിനായി ആത്മാർത്ഥമായും നിസ്വാർത്ഥമായും സംഘടനയോടും അംഗങ്ങളോടും വെച്ചു പുലർത്തുമെന്നും ഏതൊരു പരിതസ്ഥിതിയിലും ഉത്തരവാദിത്തബോധത്തോടു കൂടി ഏകോപന സമിതിയുടെ വളർച്ചയ്ക്കും അംഗങ്ങളുടെ സംരക്ഷണത്തിനും രാഷ്ട്രത്തിന്റെയും പൊതുജനങ്ങളുടെയും പുരോഗതിക്കും വേണ്ടി കക്ഷി രാഷ്ട്രീയ ഉച്ചനീചത്വ ജാതി മതചിന്ത ഭേദമന്യേ സ്നേഹത്തോടും സാഹോദര്യത്തോടും ആത്മാർത്ഥതയോടും കൂടി സംഘടനാ രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും അക്ഷീണം അനവരതം പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ. സംഘടനാ കാര്യങ്ങളാകെ പ്രതിപാദിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ പ്രസിഡന്റും സംസാരിച്ചു. ഈ സപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ പറയണമെന്ന് പുസ്തകം ആവശ്യപ്പെട്ടു. ഈ സപ്പോർട്ട് പദ്ധതി പ്രസിഡന്റ് സൂചിപ്പിച്ചു പോയി. നമ്മുടെ ജില്ലയിൽ വ്യാപാരി സമൂഹത്തിന്റെ ആകെ സുരക്ഷിത ബോധം വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ ആവിഷ്കരിച്ച ഒരു പരിപാടിയാണ്. നിങ്ങളുടെ യൂണിറ്റിന്റെ വലിപ്പത്തേക്കാൾ വലിയ സംഖ്യ എണ്ണം അതിൽ അംഗങ്ങളായി ചേർന്നിട്ടുണ്ട്. 37 39. സാധാരണ
ഒരുപാട് അംഗങ്ങളുള്ള വലിയ യൂണിറ്റിൽ പോലും ചില യൂണിറ്റുകളിൽ അത്ര എണ്ണായിട്ടില്ല. അപ്പോൾ ആ നിലയിൽ കണ്ട ആമയൂർ യൂണിറ്റിന്റെ അതിലെ അംഗത്വം വളരെ ഉയർന്നതാണ് എന്ന് തന്നെ പറയാം. വി സപ്പോർട്ട് പദ്ധതി നമ്മളതിന്റെ തുടക്കഘട്ടങ്ങളിലൊക്കെ വിശദീകരിച്ചപ്പോൾ നമ്മുടെ ആമയൂർ യൂണിറ്റിലടക്കം കൃത്യമായി ആ പദ്ധതിയെക്കുറിച്ച് കൃത്യമായി നമ്മൾ വിശദീകരിച്ചു. വ്യാപാരികളെ സംബന്ധിച്ച് അന്ന് അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ എല്ലാവർക്കും കഴിഞ്ഞോ എന്ന് സംശയമാണ്. അതുകൊണ്ടാണ് പാലക്കാട് ജില്ലയിലെ 30,000-ഓളം വരുന്ന വ്യാപാരികളിൽ 3,500-ഓളം ആളുകളാണ് അതിൽ ചേർന്നത്. ആ 3,500 ആളുകളെ ഉൾപ്പെടുത്തി 8 മാസം ഈ പദ്ധതി പിന്നിട്ടു. 8 മാസം പൂർത്തിയാക്കുമ്പോഴത്തെ ചിത്രം നമ്മൾ നേരത്തെ 50 മാസം 2,000 രൂപ വെച്ച് അടയ്ക്കുന്നു. 50 മാസം പൂർത്തിയാകുമ്പോൾ ഒരു നയാ പൈസ പോലും കുറയാതെ 1,00,000 രൂപ അടച്ച ആളുകൾക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നതാണ് പദ്ധതി. ആ കാലയളവിനുള്ളിൽ 3,500-ഓളം ആളുകൾ 2,000 രൂപ അടയ്ക്കുമ്പോൾ ഒരു വലിയ പണമാണ്. ആ പണത്തിന്റെ വലിപ്പം തന്നെയാണ് ആ പദ്ധതിയുടെ നടത്തിപ്പിനുള്ള ആധാരം. ആ പണം സുരക്ഷിതമായി നിക്ഷേപിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം ഉപയോഗിച്ചുകൊണ്ട് അതിൽ ചേർന്ന അംഗങ്ങൾക്ക് 10 തരത്തിലുള്ള ചികിത്സാ സഹായ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. എന്നാൽ അതിന്റെ ഒരു പുരോഗതി പിന്നീട് അതിൽ ചേർന്ന അംഗങ്ങൾ ഈ സപ്പോർട്ടിൽപ്പെട്ട ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവരെ ഒരു നല്ല നിലയിൽ സഹായിക്കാൻ ഒരു 250 രൂപ ആ ഘട്ടത്തിൽ തരാൻ തയ്യാറാണെങ്കിൽ അതിൽ ചേർന്ന അംഗങ്ങൾ വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കെ അകാല വിടവാകൽ, അകാല മരണം സംഭവിച്ചാൽ ആ കുടുംബം അനാഥയാകാതിരിക്കാൻ, ആ കുടുംബത്തെ സഹായിക്കാൻ 10 ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും എന്ന് നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് പാലക്കാട് ജില്ലയിലെ വ്യാപാരി സമൂഹത്തോട് പറഞ്ഞു. അവരെ ഏറ്റെടുത്തു. ആ പദ്ധതി അങ്ങനെ പോകാൻ തന്നെ തീരുമാനിച്ചു. ആ നിലയിലാണ് ഇപ്പോൾ ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഒരു ദയനീയ അവസ്ഥ അലനല്ലൂർ യൂണിറ്റിൽ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു വ്യാപാരി, അദ്ദേഹം 25 വർഷക്കാലം ഗൾഫിലായിരുന്നു. അവിടെ ഒരു ബേക്കറി നടത്തായിരുന്നു. ക്ലച്ച് പിടിച്ചില്ല. 25 വർഷമൊക്കെ തുടർച്ചയായിട്ട് നിന്ന ആളുകൾ പിന്നീട് നാട്ടിൽ വന്നാൽ ജീവിതം സുരക്ഷിതമാകാത്തതുകൊണ്ട് ഇവിടെ അദ്ദേഹം സ്വീറ്റ് കോർണർ എന്നിട്ടൊരു ബേക്കറി തുടങ്ങി. ആ ബേക്കറിയും അദ്ദേഹം പ്രതീക്ഷിച്ചതിന് അനുസരിച്ച് വിജയിച്ചില്ല. ജീവിതം തട്ടിമുട്ടി ഇങ്ങനെ പോവുക. അതിന്റെ ഭാഗമായി ഇവിടെ ബേക്കറിയുടെ വലിയൊരു തുക ബാങ്കിൽ നിന്ന് കടമെടുത്തു. ആ കടം തിരിച്ചടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ. മാനസികമായി വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന അദ്ദേഹം കഴിഞ്ഞ മാസം ഒരു ദിവസം രാവിലെ 9 മണിക്ക് വന്ന് കട തുറന്നു. മറ്റ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ കുഴഞ്ഞു വീട് മരിച്ചു. എന്ന് വെച്ചാൽ 2 പെൺമക്കളായിരുന്നു. അവരെ കല്യാണം കഴിച്ചു വിട്ടു. ആ കുടുംബം അനാഥമാണ്. അദ്ദേഹം മരിക്കുന്നതോടുകൂടി ആ കുടുംബത്തിന് വലിയ കടബാധ്യത നിലനിൽക്കുന്നു. ആ കുടുംബം അനാഥയാകുന്നു. അദ്ദേഹം വി സപ്പോർട്ടിൽ അംഗമാണ്. ജൂൺ മാസം 11-ാം തീയതി പാലക്കാട് ജില്ലയിൽ പാലക്കാട് ടൗണിൽ വെച്ച് ചേരുന്ന ജില്ലാ കൗൺസിൽ യോഗത്തിൽ വെച്ച് 10 ലക്ഷം രൂപ വി സപ്പോർട്ട് പദ്ധതിയുടെ ഭാഗമായി ആ കുടുംബത്തിന് ഈ പദ്ധതിയിൽ നിന്ന് കൈമാറാൻ വേണ്ടി പോകുക. അവിടെയാണ് അതിന്റെ പ്രാധാന്യം. ആർക്ക് ചെയ്യാൻ പറ്റും? ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കുടുംബത്തിന്റെ നാഥൻ വീണുപോകുന്നു, മരണപ്പെടുന്നു. ആ കുടുംബം വലിയ കടബാധ്യതയിലാണ്. ആ കടബാധ്യത ഏറ്റെടുത്ത് 10 ലക്ഷം രൂപ കൊടുക്കാൻ നിങ്ങൾക്ക് എനിക്കോ പറ്റുമോ? ഒരു യൂണിറ്റിന് പറ്റുമോ? ഗവൺമെന്റിന് കഴിയുമോ? ഇല്ല. അത് സാധ്യമാകുന്ന പദ്ധതിയാണ് ഈ സപ്പോർട്ട്. അത് ഈ മാസം ജൂൺ 11-ാം തീയതി പാലക്കാട് ചേരുന്ന ജില്ലാ കൗൺസിൽ യോഗത്തിൽ വെച്ച് നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന വൈസ് പ്രസിഡന്റും കാസർഗോഡ് ജില്ലാ പ്രസിഡന്റുമായ അഹമ്മദ് ഷരീഫിന്റെ കരങ്ങളാൽ ആ യൂണിറ്റിനെ കൈമാറും. ആ കുടുംബത്തെ നമ്മൾ പാലക്കാട് കൊടുത്ത് പ്രദർശിപ്പിക്കില്ല കേട്ടോ, അങ്ങനെ ധരിക്കണ്ട. അലനല്ലൂർ യൂണിറ്റിനാണ് അത് കൈമാറുക. ആ യൂണിറ്റാണ് ആ കുടുംബത്തിന് കൈമാറുക. അതുപോലെ 58 വയസ്സ് പ്രായമുള്ള കാഞ്ഞിരപ്പുഴ യൂണിറ്റില്, മണ്ണാർക്കാട് കോങ്ങാട് മണ്ഡലത്തിലെ കാഞ്ഞിരപ്പുഴ യൂണിറ്റില് ഇതുപോലെ ഒരു വ്യാപാരി, അതിന്റെ പേരും കാര്യങ്ങളൊന്നും ഡീറ്റെയിലും കിട്ടിയിട്ടില്ല, കഴിഞ്ഞാണ് സംഭവം. ഇതുപോലെ മരണപ്പെട്ടു. 58 വയസ്സ് പ്രായമാണ്. അദ്ദേഹത്തിനും ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു, അദ്ദേഹത്തിനും ഇതേ 11-ാം തീയതി തന്നെ 10 ലക്ഷം രൂപ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകാൻ വേണ്ടി പോകുക. അപ്പോ നമ്മള് വാഗ്ദാനം ചെയ്ത, ഞാൻ നിങ്ങളുടെ വി സപ്പോർട്ട് പദ്ധതി വിവരിച്ചത് ഇതേ ഹോട്ടലിലാ തോന്നുന്നുണ്ടല്ലേ? നമ്മൾ താഴത്ത് അവിടെ വെച്ചിട്ടാ തോന്നുന്നുണ്ട്.
നമ്മൾ വിവരിച്ച ആ പദ്ധതി അതുപോലെ നടപ്പാക്കാൻ നമുക്കിപ്പോ ആ ഒരു ഘട്ടമാണ്. അതുകൊണ്ട് വി സപ്പോർട്ട് പദ്ധതി വളരെ ഗംഭീരമായി മുന്നോട്ട് പോകുന്നു. അതിനെ ആശ്രയിച്ച അതൊരു പ്രതീക്ഷയായി വ്യാപാരികൾ കണ്ട അതൊരു യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ വി സപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിന്റെ അടവ് ഒരു കാരണവശാൽ ഈ പദ്ധതിയിൽ നിന്ന് ആനുകൂല്യം കിട്ടാൻ ആകെയുള്ള ഒറ്റമാണെന്നേ ഉള്ളൂ. ഇതിന്റെ അടവ് ഒരു കാരണവശാലും ഡ്യൂ ആകാൻ പാടില്ല. അടവ് ഡ്യൂ ആയ ആളുകൾക്ക് ഈ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയില്ല. ഇങ്ങനെ ഒരു കുഴപ്പം അതിനുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ചേർന്നിട്ടുള്ള മുഴുവൻ അംഗങ്ങളും അതിന്റെ കൃത്യമായ അടവ് ശ്രദ്ധിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. അടുത്തതായി നമ്മുടെ യൂണിറ്റിന്റെ അടുത്ത 2 വർഷത്തേക്ക് 2024-2026 വർഷത്തേക്ക് ഈ യൂണിറ്റിനെ ശക്തമായി നയിക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം തെരഞ്ഞെടുക്കുക എന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കിടക്കുകയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തെരഞ്ഞെടുപ്പ് രീതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. എന്നാലും പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാം. ആദ്യമായി ഈ യൂണിറ്റിന്റെ പ്രസിഡന്റായിട്ട് ഒരാളെയാണ് തെരഞ്ഞെടുക്കേണ്ടത്. ആ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാനുള്ള നടപടി ഈ യൂണിറ്റിൽ സ്ഥാപനമുള്ള ഈ യൂണിറ്റിൽ അംഗത്വമുള്ള ഒരാൾ പ്രസിഡന്റിന്റെ പേര് നിർദ്ദേശിക്കണം. അതുപോലെ ഈ യൂണിറ്റിൽ അംഗത്വവും സ്ഥാപനവുമുള്ള മറ്റൊരാൾ ആ പേരിനെ പിന്താങ്ങണം. അങ്ങനെ ഒരാൾ നിർദ്ദേശിക്കുകയും മറ്റൊരാൾ പിന്താങ്ങുകയും ചെയ്ത ആ പേരുകാരൻ, ആ സ്ഥാനാർത്ഥി, അത് ഒരു സ്ഥാനാർത്ഥിയാണ്. അതുപോലെ ഈ നിർദ്ദേശിക്കപ്പെട്ടത് കൂടാതെ മറ്റാരെങ്കിലും നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അതും ഇതുപോലെ യൂണിറ്റിൽ അംഗത്വവും യൂണിറ്റിൽ സ്ഥാപനവുമുള്ള ആളുകൾക്ക് നിർദ്ദേശിക്കാം, പിന്താങ്ങാം. അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകൾ വരികയാണെങ്കിൽ, 2 പേര് സ്ഥാനാർത്ഥികളായി വരികയാണെങ്കിൽ നമ്മൾ അവരുമായി സംസാരിച്ച് ആരെങ്കിലും പിൻവലിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. 2 പേരും സ്ഥാനാർത്ഥിത്വത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർത്തും ജനാധിപത്യ രൂപത്തിൽ ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തി പ്രസിഡന്റിനെ തീരുമാനിക്കും. ഇതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ തെരഞ്ഞെടുപ്പ് രീതി, പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന രീതി. അഷറഫ് കെ കെ, പിന്തുണയ്ക്കുന്നത് മുസ്തഫ മേക്കിംഗ് വില്ലേജ്. ഇപ്പോ നമ്മുടെ അഷറഫ് തസ്ലിം സ്റ്റോർ നിർദ്ദേശിക്കുകയും മുസ്തഫ മേക്കിംഗ് ബിൽഡേഴ്സ് പിന്താങ്ങുകയും ചെയ്ത മുസ്തഫ, നിലവിലുള്ള നമ്മുടെ പ്രസിഡന്റ് മുസ്തഫ മുസാഫിയ ട്രേഡിംഗ്, അദ്ദേഹത്തിന്റെ ഒരു പേരാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി. ഇനി മറ്റാരെങ്കിലും ഇതുപോലെ നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. സാങ്കേതികമായി ഞാനിത് പറയണം എന്നതുകൊണ്ടാണ് പറയുന്നത്. നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ ഞാൻ 5 വരെ എണ്ണാം. 1, 2, 3, 4, 5. അപ്പോ മറ്റു നിർദ്ദേശങ്ങളൊന്നും ഇല്ലാത്തതിനാൽ നമ്മുടെ അഷറഫ് തസ്ലീം സ്റ്റോർ നിർദ്ദേശിച്ച മുസ്തഫ മേക്കിംഗ് ബിൽഡേഴ്സ് പിന്താങ്ങിയ നമ്മുടെ പ്രിയങ്കരനായ മുസ്തഫ, അദ്ദേഹത്തെ ഐക്യകണ്ഠേന അടുത്ത 2 വർഷത്തേക്ക് തെരഞ്ഞെടുക്കുന്നതായി അറിയിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ഒരു പ്രവർത്തക സമിതി പാനൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത് തരാം. ഒരു പാനൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. 20 അംഗ പാനൽ. 1 കെ മുഹമ്മദ് മുസ്തഫ. ഇവിടെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് എണീച്ചാൽ നല്ലതാണ്. കെ അഷറഫ് തസ്ലീം സ്റ്റോർ, ഇ മുഹമ്മദ് നിഷാദ് ഡേറ്റ് സിറ്റി, കെ നാരായണൻകുട്ടി മിനി സ്റ്റോർ, പി കെ സുരേന്ദ്രൻ സൺ ഇൻഡസ്ട്രീസ്, കെ ഹക്കീം എക്സലന്റ് അലൂമിനിയം ഫാബ്രിക്കേഷൻ, ജി പ്രകാശ്
JJ Stationery, AK Abu Jawad, Snap, okay. C Abdul Razak, Solid, Solid Gypsum, decoration, okay. K Faisal, C Rashid, CK Travels, PK Mustafa, PKM Trading, K Abdul Nasser, Afa Agencies, K Muhammad Hashim, Sinfa Marketing, K Mustafa, Makin Village, K Muhammad Jafar, Al Shaba Hotel, CT Ishaq, Iran Store, P Vinod, Mamli Foods, T Muhammad Sajid, Fabrication, AK Muhammad Afsal, Tukot Supermarket. അപ്പോൾ ഇങ്ങനെ 20 അംഗ പാനലാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം, അതല്ലെങ്കിൽ ഇതും കൈയടിച്ച് പാസ്സാക്കണം എന്ന് അഭ്യർത്ഥിക്കാം. അപ്പോൾ ഈ പ്രവർത്തക സമിതിയും പാസ്സായി. ഇനി ഈ പ്രവർത്തക സമിതിയിൽ നിന്ന് മുസ്തഫാക്കാടെ കൂടെ അടുത്ത 2 വർഷം പ്രവർത്തിക്കാനുള്ള ജനറൽ സെക്രട്ടറി, ട്രഷറർ ഉൾപ്പെടെയുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതിന് അദ്ദേഹത്തെ അതിലൂടെ പ്രഖ്യാപിക്കുന്നതിന് അദ്ദേഹത്തെ ആദരവ് ക്ഷണിക്കും. വ്യാപാരികളെ വലിയൊരു ഉത്തരവാദിത്തമാണ് ആമീർ യൂണിറ്റിലെ വ്യാപാരികൾ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി ആമീർ യൂണിറ്റിലെ വ്യാപാരികൾക്ക് വേണ്ടി നിങ്ങളൊപ്പം നിലകൊള്ളുമെന്ന് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു. നമ്മുടെ ഈ പുതിയൊരു കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ജനറൽ സെക്രട്ടറി ആയിട്ട് K അഷ്റഫ് തസ്മീസ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ ഈ മുഹമ്മദ് നിഷാദ് ഡൈറ്റ് സിറ്റി പുതുതായിട്ടുള്ള ഒരു പ്രൊഫഷനായിട്ട് നമ്മൾ അദ്ദേഹത്തെ കണ്ടെത്തുന്നു. K നാരായണൻകുട്ടി മണി സ്റ്റോർ നമ്മുടെ പഴയ വൈസ് പ്രസിഡന്റ് തന്നെയാണ്. പിന്നെ PK സുരേന്ദ്രൻ സൺ ഇൻഡസ്ട്രീസ് വൈസ് പ്രസിഡന്റാണ്. K ഹക്കീം എക്സലന്റ് ജോയിന്റ് സെക്രട്ടറിയാണ്. G പ്രകാശ് JJ സ്റ്റേഷനറി ജോയിന്റ് സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ നമ്മൾ പുതുതായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ സൃഷ്ടിച്ചിട്ടുണ്ട്. AK അബു ജവാദ് സ്നാപ്പ് സ്റ്റുഡിയോ. നമ്മൾ അങ്ങനത്തെ ഒരു സൂചന പ്രവർത്തനങ്ങളൊന്നും നടത്തിയിരുന്നിട്ടില്ല. നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളായിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരാണ്. നമുക്ക് എന്തെങ്കിലും ആൾക്കാരെ കൂട്ടിച്ചേർക്കുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് അടുത്ത എക്സിക്യൂട്ടീവ് യോഗം ചേർന്നിട്ട് ആ കാര്യം പരിഗണിക്കാവുന്നതാണ്. വൈകിയ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മുടെ മണ്ഡലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ യൂണിറ്റ് മെമ്പർമാരും ഇത്രയും നേരം നമ്മളൊപ്പം സഹിച്ച് ഇവിടെ ഇരുന്ന അവർക്ക് പ്രത്യേകം തന്നെ നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ ഒന്നുകൂടി അവരോട് പറയുകയാണ്. കാരണം അവർ അത്രയും നേരം എല്ലാവരും അവരുടെ പ്രശ്നത്തോടുവാക്കിയാണ് അവിടെ വന്നിരിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി രേഖപ്പെടുന്നു. നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് മുഴുവൻ ആശംസ അർപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. മറ്റുള്ള യൂണിറ്റുകാർ ഒരു മിനിറ്റ് പറയുന്നതാണ് എൻ്റെ ആഗ്രഹം. ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ആമയൂർ യൂണിറ്റിൻ്റെ പുതുതായതുമായിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ്, മണ്ഡലം ജില്ലാ ഭാരവാഹികളടക്കം വരുന്ന വലിയൊരു സദസ്സിലാണ് നമ്മൾ ഇതായിരുന്നത്. നമുക്കറിയാം വ്യാപാര മേഖല വളരെയേറെ മാന്ദ്യം നിൽക്കുന്ന ഒരവസരത്തിലൂടെ കടന്നുപോകുന്നത്. ഈ അവസരത്തിൽ നമ്മുടെ വ്യാപാരി സംഘടനയ്ക്ക് എല്ലാവർക്കും വലിയ അളവിൽ പ്രതീക്ഷയും കർമ്മ ദൗത്യവും മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ പോകുന്നത്. മുമ്പൊന്നും ഇല്ലാത്ത വിധം നമ്മുടെ വ്യാപാരി വ്യവസായ ഭവന സമിതി സംസ്ഥാനത്തും ജില്ലയിലും വലിയ ഉയർത്തെഴുന്നേൽപ്പ് നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല രൂപത്തിലും നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളെ നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ വേണ്ടി അനുദിനം പല സംഗതികളും ഗവൺമെന്റ് തലത്തിലും മറ്റ് അല്ലാത്ത തലത്തിലുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി അതിനെ നേരിടാം. ഒരു ഈർക്കിളിയാണെങ്കിൽ നമ്മളെ ഓടിക്കാൻ എളുപ്പമാണ്. നമ്മൾ വിവിധ ഈർക്കിളികളായിക്കൊണ്ട് ഒരു ചൂലായിക്കൊണ്ട് ഈ വരുന്ന എല്ലാ മാലിന്യങ്ങളെയും തുടച്ചു നീക്കാൻ എല്ലാവരും ശക്തമത്തായി പുതിയ കമ്മിറ്റിക്കൊപ്പം ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മണ്ഡലത്തിന്റെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് പ്രിയപ്പെട്ട നേതാക്കന്മാരെ, വളരെ വൈകിയിരിക്കുന്നു. ഈ പുതുതായി വന്ന കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. എല്ലാ യൂണിറ്റിനും വേണ്ടി ഒരാൾ ആശംസ അർപ്പിക്കും. നമ്മുടെ ഇന്നലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കൊപ്പം യൂണിറ്റിന്റെ പ്രസിഡന്റ് ഷാജി. എൻ്റെ പ്രിയപ്പെട്ട വ്യാപാരി സമിതി പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് പുസ്തകങ്ങളുടെ മണ്ഡലം സെക്രട്ടറി യൂണിറ്റ് പ്രസിഡന്റുമായ റസാക്ക മൊയ്തുക്ക, വേദിക്ക് സദസ്യമുള്ള എല്ലാ പ്രിയപ്പെട്ട കച്ചവടക്കാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നലെയാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. വളരെ പ്രതീക്ഷയോടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അപ്പോൾ യൂണിറ്റിൽ എല്ലാവരും എന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്നാലും നമ്മുടെ പുതിയ
അല്ല പഴയ ആളിനെയാണല്ലോ നമ്മുടെ പുസ്തകക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനും ആമീറിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന പ്രവർത്തനങ്ങളുമായി ഇനി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. നമ്മൾ ഒറ്റക്കെട്ടായിരുന്നില്ല, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അത് നമ്മൾ കാലാകാലങ്ങളെ തെളിയിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണം. ഒരുപാട് കാര്യങ്ങൾ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ ആമീറിലെ എല്ലാ കച്ചവടക്കാർക്കും അത് നേതൃത്വം കൊടുക്കാൻ പുസ്തകക്കേക്കും പുതിയ സെക്രട്ടറി ട്രഷറർക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ജനറൽ സെക്രട്ടറി ആമീർ യൂണിറ്റിന്റെ പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, നേതാക്കന്മാരെ, ഞാൻ ഇവിടെ ആദ്യം സ്വാഗതം പറഞ്ഞതാണ്. ഇങ്ങനെ രണ്ടാമത് ഒന്നുകൂടി വിളിക്കുന്നത് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എൻ്റെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്ത എല്ലാ മെമ്പർമാർക്കും പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊണ്ട് ഇവിടെ പ്രശ്നം സ്വീകരിച്ചിവിടെ എത്തിയ എല്ലാ ജില്ലാ മണ്ഡല നേതാക്കന്മാർക്കും പ്രത്യേകം ആമീർ യൂണിറ്റിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും കൃത്യമായ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. അപ്പോൾ നമ്മളെ പുതിയ ഭാരവാഹികളാണ്. പ്രസിഡന്റ് മുസ്താഖ് തന്നെയാണ്, ട്രഷറർ നിഷാദ്, സെക്രട്ടറി അഷ്റഫ് അപ്പു.